Mm. Hi, hello, good evening. Hi, sir. Good evening. Yes, ma'am. Hi, good evening. Hi, Deepak sir. This is Manoj from Kottayam. Hi, Manoj sir. Good evening. സുഖമായിട്ടിരിക്കുന്നു സാറേ? Good evening. സുഖായിട്ടിരിക്കുന്നു. സാർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിങ്ങളൊക്കെ നമുക്ക് Hi, ഉറപ്പുള്ള sir. ആൾക്കാരാണ്. Suresh Vettapalam. ഹായ് സുരേഷ് സർ, സുഖാണോ സാറേ? Suresh Vettapalam. ഓ മനസ്സിലായി. ഓ Yeah, Sugam. നമുക്കൊരു 2 മിനിറ്റ് കൂടി കൊടുക്കല്ലേ കേറാന്? കേരള ആണല്ലോ, അതുകൊണ്ട് Yes, sir. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആയതുകൊണ്ടേ. അതെ കുറച്ച് പേരും കൂടെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കാം. ശരി, നമ്മൾ എന്തായാലും ഷാർപ്പ് 4:35 സ്റ്റാർട്ട് ചെയ്യും. 4:40 ശേഷം ആർക്കും എൻട്രി കൊടുക്കണ്ട കേട്ടോ, പിന്നെ സ്റ്റോപ്പ് ചെയ്തേക്കും. ഓക്കെ. കാരണം പിന്നെ അവർക്ക് അതിന്റെ ഒരു ക്രക്സ് കിട്ടില്ല, അതാണ്. ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താമോ? എല്ലാവരും സെന്റർ ഓണേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ട് പരിചയപ്പെടാട്ടോ. നമ്മളെല്ലാവരും, നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നതായിരിക്കും, പക്ഷെ അൾട്ടിമേറ്റ്ലി വി ആർ ഓൾ സെർവിങ് ദ സെയിം പർപ്പസ്. കുട്ടികളുടെ ജീവിതം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മൾ, ഫോർ ഗുഡ്. സോ ലെറ്റ് us all introduce ourselves. നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന്. ഒരു നല്ല ഫ്രണ്ട്ലി ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ, പ്ലീസ് എവ്രി വൺ. കൈൻഡ്ലി പറ്റുന്ന ഒരു ക്യാമറ ഓൺ ആക്കി വെക്കുക, പറ്റുന്ന ആൾക്കാരെല്ലാവരും, പറ്റുന്ന ആൾക്കാർ സംസാരിക്കുക. ലെറ്റ് us make this very interactive. 1 മണിക്കൂർ സെഷനാണ്. 5:30 we'll wind this off. ആ സമയം നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ലെറ്റ് us all brainstorm together, let us all grow together. Okay? ഹായ് സർ, എൻ്റെ പേര് ദിൽഷ. ഞാൻ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. 25th ഇനോഗ്രേഷൻ. കോയമ്പത്തൂരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊരു IT കമ്പനി ഉണ്ട്, ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ കൂടെ ഒരു ട്രെയിനിങ് സെഷൻസ്, IITLs ട്രെയിനിങ്ങും കൂടി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതിന്ന് എനിക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് കിട്ടും എന്ന് തോന്നിയിട്ട് ജോയിൻ ചെയ്തതാണ്. Okay, welcome to the session. I'll do my best. താങ്ക് യു സർ. കോയമ്പത്തൂരാണ്. അതെ, കോയമ്പത്തൂര്. ഓ യെസ്. GK സർ പറയൂ. ഓക്കെ, എൻ്റെ പേര് ഗോപാഷൻ. GK എന്ന് വിളിക്കും. തൃശ്ശൂരാണ്. ഞാൻ ഓൺലൈനായിട്ട് GSTയുടെ ഒരു കോഴ്സും TDSന്റെ കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട്. ഓ വെരി ഗുഡ്. അപ്പോൾ അത് വീണ്ടും കുറച്ചൊന്ന് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് വീണ്ടും ഈ 2026 സ്റ്റാർട്ട് ചെയ്യണം. 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്തതാണ്. ശരി. അപ്പൊ ദിൽഷ ഞാൻ ഓൾറെഡി 7 ബാച്ച് ഓൾറെഡി കഴിഞ്ഞു. അത് പല രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. യൂട്യൂബിലൊക്കെ ഇട്ട് കൊടുത്ത് നോക്കിയാണ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ്. അപ്പോൾ വെൽക്കം GK സർ, ഗോപാലൻ സർ. താങ്ക് യു. രണ്ടുപേരും ഈ ഫ്രഷ് ഹാൻഡ്സ് എപ്പോഴും നമുക്കൊരു ഫ്രഷ്നെസ് ആണ്. കാരണം നിങ്ങൾ മൈൻഡിൽ ഒരുപാട് ക്ലട്ടർ ഇല്ലാണ്ടാണല്ലോ വരുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാത്ത പലപ്പോഴും ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ വെൽക്കം ടു ദ സെഷൻ. യെസ്. ബാക്കിയുള്ളവർക്ക് പരിചയപ്പെടുത്തട്ടോ. എല്ലാവരും പരിചയപ്പെടുന്നേ, തുറന്ന് പരിചയപ്പെടും. ദിസ് ആർ ഇന്റർഫേസ്. വേണ്ട. മനോജ് സാർ ഉണ്ടല്ലോ, മനോജ് സാറേ പറയൂ. ഗുഡ് ഈവനിങ് ടു ഓൾ. എൻ്റെ പേര് മനോജ് കുമാർ എന്നാണ്. ഞാൻ ഒരു 25 years ആയി ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നു. പല ഫീൽഡിലില്ല, സെയിം ഫീൽഡിൽ തന്നെയാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് എൻ്റെ മെയിൻ ഫീൽഡ്. അതിനകത്തുള്ള കോഴ്സുകളിലൊക്കെ കുറെ ചേഞ്ചസുകളെല്ലാം കാലഘട്ടത്തിനനുസരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ദീപക് സാറിന്റെ കൂടിയത് മുതൽ കുറച്ചും കൂടെ ഒരു എന്തൂസിയാസവും കുറച്ച് ചേഞ്ചസുകളും കുറച്ചും കൂടെ അഡ്വാൻസ് ആകണമെന്നൊരു തോന്നലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ എന്തെങ്കിലും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബിസിനസിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയും വിശ്വാസവും കൂടിയാണ് ഇന്നത്തെ മീറ്റിംഗിൽ വന്നിരുന്നത്. ഇപ്പം നമ്മൾ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ദിൽഷ മാഡത്തിനെ പോലുള്ള ആൾക്കാരും ഒക്കെ പരസ്പരം നമുക്ക് പലപ്പോഴും ഈവൻ ഒരു ഇന്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മനോജ് സർ. ഞാനും സാറിന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നല്ലൊരു വർഷമായിരുന്നു 2020. ബാക്കി പരിചയപ്പെടുത്താമോ? നമുക്ക് 2 മിനിറ്റ് കൂടെ പരിചയപ്പെടാൻ. ഓക്കെ. ഹലോ, എൻ്റെ പേര് സുരേഷ്. സുരേഷ് സർ പറഞ്ഞോളൂ. സുരേഷ്, ഞാൻ ഒറ്റപ്പാലം, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം, ഷൊർണൂർ 2 സ്ഥലങ്ങളിൽ 25 വർഷമായിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്നു. എൻ്റെ മെയിൻ സ്ട്രീം തന്നെ IT എഡ്യൂക്കേഷൻ ആണ്. ഐ എം ഓൾസോ എ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് പേഴ്സൺ. ഓക്കെ.
ഓക്കെ, സുരേഷ് സാർക്ക് താങ്ക്സ് സർ. എത്രയോ വർഷങ്ങളായിട്ട് എനിക്കൊന്ന് 30 വർഷം ഉണ്ടാവും സാറേ, 25 വർഷം 30 യാ വർഷമായിരുന്നു. യാ യാ അതെ അതെ, വെൽക്കം സർ. യാ, ഓക്കെ, താങ്ക് യു. ഹലോ സാർ, നമസ്കാരം. കേട്ടോ. സംസാരിക്കാമേ, 1 മിനിറ്റ് കൂടി ഉണ്ട്. 4:40 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെഷൻ. ഹലോ സാർ, യെസ് യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഹൗ ആർ യു? ഐ എം ഗുഡ് സർ. സാർ കണ്ടറിയില്ല, നല്ല വെയിൽ കൊണ്ടുവരും, അതിൻ്റെ കുറച്ചൊരു അത് ഓൾ ഗുഡ്, ഓൾ ഗുഡ്. സാറിന് പരിചയപ്പെടുത്താമോ എല്ലാവർക്കും വേണ്ടിയിട്ട്? എനിക്കറിയാം സാറിനെ. എൻ്റെ പേര് ജോജി. ഞാൻ റാന്നി ഒരു 25 years ആയിട്ട് ട്രെയിനിങ് സെന്ററിൽ ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ജോജി സാർ വളരെ റീസെൻ്റ് ആയിട്ട് സാർ പരിചയപ്പെട്ടതാണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് എല്ലാ ഫീഡ്ബാക്സും പറയുന്ന ഒരു ഒരു ഓണറാണ്, ഒരു ഓർഗനൈസേഷൻ ഓണർ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദി ഫീഡ്ബാക്സ്. സാറിന് നാട്ടുകാർ ഒരാളുകൂടി ഇതിനകത്തുണ്ട്, സജി സാർ ലൈനിലുണ്ട്. സജി സാർ ലൈനിലുണ്ടോ? പുള്ളി എന്ത് ചെയ്യുക? KAD അക്കാഡമി. അതെവിടാ? സാർ ഗുഡ് ആഫ്റ്റർനൂൺ. യെസ് യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ സജി സാർ. സാർ ഞാൻ കാർഡ് അക്കാദമി കോട്ടയം മണർകാടാണ്. ഞങ്ങളൊരു അക്കൗണ്ടിങ് കോഴ്സുകളൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനം നടത്തുന്നു. കൂടെ ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്, പ്രൊഫഷണൽ CV റൈറ്റിംഗ് ചെയ്യും. സാറ് മറ്റേ എന്തോ പുള്ളി സാറിന് വേറെ ഫ്രാഞ്ചൈസി ഉണ്ടോ? എന്താ സാറേ? ഫ്രാഞ്ചൈസി ചെയ്യുന്നുണ്ടോ വേറെ? ഇല്ല, ഫ്രാഞ്ചൈസി ആയിട്ടല്ല. ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ ഫ്രാഞ്ചൈസി ഉണ്ട്. മനസ്സിലായി സാറിന്, എനിക്ക് മനസ്സിലായി. സാറ് റാന്നി ജിടെക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആളല്ലേ? അതെ അതെ, ഞാൻ നേരത്തെ റാന്നി GTech ഞാൻ കോന്നി. നമ്മളെ കണ്ടിട്ടില്ല. ബട്ട് മറ്റേ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ താഴെയുള്ള പുള്ളി നിങ്ങളുടെ ഒരു ദോസ്താണ്. ഓ ശരി 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 ശരി. മറ്റേ ജോയിക്കുട്ടി. ജോയിക്കുട്ടി. അതിന്റെ മുകളിൽ എനിക്കറിയാം. ഓക്കെ, 14 മൈല്. അതെ. ഓക്കെ സാറേ, ഓക്കെ സാർ, താങ്ക് മാഷിന്റെ യു. വീട് റാന്നിയാണോ? എന്റെ വീട് മണർകാടാണ്, കോട്ടയം. അതാ, റാന്നിയല്ല സാറേ, ചെയ്തെന്നേ ഉള്ളൂ. റാന്നിയിൽ വന്നു എന്നേ ഉള്ളൂ. അതെ ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സന്തോഷമുണ്ട് കോഴിക്കോടുള്ള ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റിയതിൽ. അൾട്ടിമേറ്റ്ലി KSN കണക്ഷൻ ഞാൻ ഈ സ്ഥാപനത്തിന്റെ പേരിട്ടപ്പോൾ എനിക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്ലസ്സുകളുണ്ട്. ഇപ്പൊ ഇൻഫ്രാടെക് ഉണ്ട്, ഇവിടെ KAD ഉണ്ട്, CDIT ഉണ്ട്, അതേപോലെ മനോജ് സാറെ കോംടെക് ഉണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ, ഇൻഫ്രാടെക് ഉണ്ട്, ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കുറെ പ്ലസ്സുകളും മൈനസുകളും ഉണ്ടാവും. ഇനി ബാക്കിയുള്ളവർക്ക് ഇനി ഞാൻ ഒരുപാട് സമയം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പേര് ഷെരീഫ് അക്കൗണ്ടൻഷിപ്പ്. ഓക്കെ ഓക്കെ, യെസ് വെൽക്കം ഷെരീഫ് ജി. സർ, എന്റെ പേര് ഫെബിൻ, TQ എഡ്യൂടെക്. ഫെബിൻ ജി കേറിയിട്ടുണ്ടല്ലേ? ഞാൻ വേറെ മീറ്റിംഗിന്റെ ഇടയിലാണ്, എപ്പോഴാണ് ഞാൻ എക്സിറ്റ് ആവാന്ന് അറിയില്ല. അതുവരെ എനിക്ക് കേൾക്കാൻ വിചാരിച്ചു. ഫെബിൻ ജി പ്ലസ്കോലൊക്കെ വർക്ക് ചെയ്യുന്ന മലപ്പുറംകാരിയാണ്, പരപ്പനങ്ങാടി, നമ്മുടെ ഒരു പാർട്ട്ണർ കൂടിയാണ്. നമുക്ക് എല്ലാവരും കണ്ടു പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ലേഡി കൂടിയാണ് ഫെബിൻ ജി. ഫെബിൻ ജി, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു. ഇനി ഞാൻ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുന്നില്ല, കാരണം നമ്മൾ വന്ന ഉദ്ദേശം ഫിക്സ് ആണല്ലോ. 5:30 നമുക്ക് സെഷൻ എൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഇന്ററാക്റ്റീവ് സെഷൻ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം കോർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വളരെ ഒരു ഡിസ്കസീവ് മോഡിൽ പോകുന്ന കാര്യങ്ങളാണ്. വളരെ എന്താ പറയുക, നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ അറിവും കഴിവുള്ള ആൾക്കാർ അതിനകത്ത് ഇരിക്കുന്നത് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഒന്നും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് പഠിപ്പിക്കാനൊന്നും അറിയില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ മൈ എക്സ്പീരിയൻസ്. എൻ്റെ കുറച്ച് വർഷത്തെ 20 വർഷത്തെ മൾട്ടിപ്പിൾ ഡിസിപ്ലിനറീസ് ഈ എഡ്യൂക്കേഷനിലെ ഡിഫറെൻറ്റ് ലെവൽസിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ കുറേ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരാളെന്ന നിലയ്ക്ക് ആ ട്രെൻഡുകൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. കാരണം എൻ്റെ ലൈഫിലെ ഒബ്ജക്റ്റീവ് 10 മില്യൺ ജോബ്സ് ആണ്. 10 മില്യൺ കുട്ടികൾക്ക്, അതായത് ബേസിക്കലി 1 കോടി കുട്ടികൾക്ക് ജോബ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലൈഫ് ഗോൾ. അതിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലുക്കൗട്ട്. അപ്പോൾ അതിൽ നിങ്ങൾ മാറാതെ ഒരിക്കലും നിങ്ങളുടെ നാട്ടിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം പലപ്പോഴും പറയാറുണ്ട്, 17 വർഷം അല്ലെങ്കിൽ 20 വർഷമൊക്കെ കോളേജ് പഠിച്ചിട്ട് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പഠിച്ചിറങ്ങിയ ആൾക്കാർ നമ്മുടെ TQ എഡ്യൂടെക്കിലോ അല്ലെങ്കിൽ കോംടെക്കിലോ ഇൻഫ്രാടെക്കിലോ അല്ലെങ്കിൽ ഷൈനീസ് സ്ഫിയർ ടെക്കിലോ എവിടെയെങ്കിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മേ ബി 3 months 6 months 8 months ഡൗൺ ദ ലൈൻ അവരൊരു ജോലി കിട്ടാൻ പ്രാപ്തരാവുക ചെയ്യുന്നത്. 18 വർഷം അവർക്ക് ഒരു ജോലി വാങ്ങിക്കൊടുക്കാത്ത എഡ്യൂക്കേഷൻ നമ്മൾ 8 മാസം കൊണ്ട് നമുക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്ന മെജീഷ്യൻസ് ആണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഡു യു അഗ്രി എവ്രി വൺ?
അത്ര ഒരു മാജിക് ബാൻഡ് ഉള്ള ആൾക്കാരാണ് നിങ്ങളും നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് മാജിക്കുകൾ കാണിച്ച ആൾക്കാരാണ്. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുൻപ് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ കടക്കേണ്ടതുണ്ട്. ദിസ് ഇസ് ഓൺലി ഫോർ ഇതിന്റെ ഓണേഴ്സിന് വേണ്ടി മാത്രമുള്ള സെഷനാണ്. അതല്ലാത്ത മറ്റാരെങ്കിലും ഈ സെഷനിൽ ഉണ്ടെങ്കിൽ ദിസ് ഇസ് നോട്ട് എ സെഷൻ ഫോർ യു. സ്റ്റാഫ്സിനുള്ള സെഷൻ അല്ല ഇത്. അതുകൊണ്ട് സ്റ്റാഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈൻഡ്ലി ലീവ് ദ സെഷൻ ആൻഡ് പ്ലീസ് ലോക്ക് ദ റൂം. നമുക്കിനി മറ്റൊരാരും ഇനി അക്കോമഡേറ്റ് ചെയ്യേണ്ട. അതുകൊണ്ട് മറ്റാരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സെഷനല്ല, കൈൻഡ്ലി റിലീവ്. കാരണം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓണേഴ്സിനുള്ള സെഷനാണ്. ഇതിനുശേഷം നമുക്ക് മാനേജേഴ്സിനുള്ള സെഷൻ വരുന്നുണ്ട്, ടീച്ചേഴ്സിനുള്ള സെഷൻ വരുന്നുണ്ട്, മാർക്കറ്റിംഗ് ഉള്ള സെഷൻ വരുന്നുണ്ട്, കൗൺസിലേഴ്സിനുള്ള സെഷൻ വരുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ എല്ലാവരും എത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇത് ഓൺലി ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓണേഴ്സ്. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി ലീവ് ദ സെഷൻ. ഇത് നിങ്ങൾക്കുള്ളതല്ല, മാനേജേഴ്സിനുള്ളതല്ല, മാർക്കറ്റിംഗ് മാനേജേഴ്സിനുള്ളതല്ല, ടീച്ചേഴ്സിനുള്ളതല്ല, കൗൺസിലേഴ്സിനുള്ളതല്ല, ഓൺലി ഫോർ ഓണേഴ്സ്. കാരണം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഓണേഴ്സ് ആണോ? ജസ്റ്റ് കൻ യു ജസ്റ്റ് കൺഫേം? ഒരു തംസപ്പ് തരാണോ? എനിക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ, സോ ഇത് ഒരു ഡിസ്കസീവ് മോഡിൽ പോകുന്നതാണ്. പക്ഷെ ഒരുപാട് ഡിസ്കഷൻ നമുക്ക് സമയവുമില്ല. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുള്ളത് കൊണ്ട് പല കാര്യങ്ങളും ഞാൻ ചോദിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരം പറയാൻ പറ്റുവാണെങ്കിൽ ഐ ബി റിയലി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ ശരി ഉത്തരങ്ങളും തെറ്റുത്തരങ്ങളും ഇല്ല. അതാണ് ഏറ്റവും വലിയ സത്യം. കാരണം നിങ്ങളെ ശരികളാണ് നിങ്ങളെ ശരികൾ, ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ ശരികൾ. അതിൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടെത്താവുന്ന ശരികൾ മാത്രമേ ഉള്ളൂ, തെറ്റുകളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ലേൺ ചെയ്യാൻ. നോ റോങ് ആൻസേഴ്സ് ആസ് സച്ച്. അതുപോലെ എനിക്ക് ആദ്യം അറിയേണ്ടത് നമ്മൾ 2025 എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസും ഏറ്റവും വലിയ മൈനസും ഒന്നോ രണ്ടോ സെന്റൻസ് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്ന് നമുക്ക് തുടങ്ങായിരുന്നു. നിങ്ങളുടെ 2025 ഏറ്റവും വലിയ പ്ലസ് എന്തായിരുന്നു, ഏറ്റവും വലിയ ശരി എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ശരിയും തെറ്റുകളും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെ ഏറ്റവും വലിയ ശരി, നിങ്ങളെ ഏറ്റവും വലിയ ഒരു ചലഞ്ചും എന്തായിരുന്നു 2025? ആർക്കും ഒന്ന് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഐ ബി ഗ്രേറ്റ്ഫുൾ. ഞാൻ സംസാരിച്ചോട്ടെ? ഓ പിന്നെ ആക്ച്വലി ഈ 25 വന്നപ്പോ ഏറ്റവും ഉണ്ടായിരുന്ന ഒരു ത്രെട്ട് ആയിട്ട് എല്ലാ സെന്റേഴ്സുകളും എന്താണ് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കോളേജുകളിൽ എന്താണ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് വരുമ്പോൾ നമ്മളെല്ലാം പണി നിർത്തി പോകേണ്ടി വരും എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഫീൽ. അതായിരുന്നു 25 എനിക്ക് തോന്നുന്നത് ഏറ്റവും ആൾക്കാരെ അലർട്ട് ചെയ്യുന്ന ഒരു ആശയം. പക്ഷേ അത് ഒരു എന്താണ് വിദ്യാധാരണയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വർഷവും കൂടിയാണ് ഈ 25. പക്ഷെ കോഴ്സുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേഷന്റെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നോളജ് അപ്ഡേഷന്റെ ഒരു ആവശ്യകത ഏറ്റവും കൂടി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വർഷവും. നമ്മൾ അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ മറ്റുള്ള ഒരു ത്രെഡും നമുക്ക് മുന്നിൽ ഉണ്ടാവില്ല. ഏത് കോളേജിൽ എന്ത് തരത്തിലുള്ള കോഴ്സുകൾ അപ്ഡേറ്റ് ചെയ്താലും അവർക്കൊന്നും നമ്മളെപ്പോലുള്ളൊരു ട്രെയിനിങ് സെന്റേഴ്സ് കൊടുക്കുന്ന ഫിനിഷിംഗ് കോഴ്സിന്റെ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെന്നും മനസ്സിലാക്കാൻ സാധിച്ച ഒരു വർഷമായിട്ട് മാത്രമാണ് ഞാൻ ഈ 25 വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഓസം. സർ പറഞ്ഞത് വളരെ ശരിയാണ്. പലപ്പോഴും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓണേഴ്സിന് രണ്ടാം തരം എഡ്യൂക്കേഷനായിട്ട് കാണുന്ന ഒരു പ്രവണത ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല. എസ്പെഷ്യലി കോളേജുകളിൽ പോകുമ്പോൾ അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അവർ പഠിപ്പിച്ച് 3 വർഷം മെനക്കെട്ട് പഠിപ്പിച്ച കുട്ടികൾക്ക് അവസാനം നമ്മളെ സെൻറ്ററിലെത്തി 6 മാസം പഠിക്കുമ്പോൾ ജോലി കിട്ടണേ. സോ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്ക് വേണ്ട ഒരു വാല്യൂ സമൂഹത്തിൽ നിന്നാണെങ്കിൽ പോലും സമൂഹത്തിൽ പലപ്പോഴും കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ നല്ല ജോലി ചെയ്യുന്ന സെന്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമൂഹത്തിൽ വാല്യൂ കിട്ടുന്നുണ്ടാവും. മറിച്ച് കോളേജുകളിൽ പോകുന്ന സമയത്ത് അവർ വിചാരിക്കുന്ന അവരുടെ എന്തോ ഒരു സബ്ബാണ് നമ്മൾ എന്നുള്ള ഫീലിംഗ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തിങ്സ് ആർ ഗെറ്റിംഗ് ഇൻ ചേഞ്ച്. അതിൽ ഏറ്റവും വലിയ ചാലഞ്ച് ഈ പറഞ്ഞ ക്രെഡിറ്റ് സിസ്റ്റം ആയിരുന്നു. ഒരു പ്രൈവറ്റ് പ്ലെയർ വന്ന് ഒരു വലിയ ബഹളം ഉണ്ടാക്കി പോയ ഒരു സംഭവമാണ്. സത്യാവസ്ഥയിൽ നമുക്ക് വരാം. വിൽ കം ടു ഇറ്റ്. അതാണ് ഏറ്റവും വലിയ, എനിക്ക് മനസ്സിലായാലും ഏറ്റവും വലിയ ചാലഞ്ച് അത് തന്നെയാണ്. വേറെ എന്താ നമ്മളെ ഏറ്റവും വലിയ പ്ലസ് എന്തായിരുന്നു 2025? ആർക്കും ഒന്ന് പറയാമോ? മറ്റാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടി നിങ്ങളെ മൈൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എനിക്ക്. അതുകൊണ്ടാണ്. ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ ദേവ് സാറിനെ പോലെ ഒരു മീഡിയേഷൻ, അതായത് നമുക്ക് വേണ്ടിയുള്ള സെന്റേഴ്സിനുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേയധികം ഫെസിലിറ്റീസ് തരുന്ന ഒരു എന്താണ് നിങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ വന്നത് ഈ വർഷത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണക്കാക്കാം. കാരണം നേരത്തെ ഒന്നും നമുക്കിത് പലപ്പോഴും ഉണ്ടായിരുന്നില്ല. കാരണം നല്ലൊരു ട്രെയിനിങ് സ്റ്റാഫിന് ഒരു ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വേറൊരു സെന്ററിൽ പോയി ട്രെയിൻ ചെയ്യാൻ അവർ ട്രെയിൻ ചെയ്യത്തില്ല. ആ ട്രെയിനിങ്ങിന്റെ ഒരു അഭാവം പലപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളെപ്പോലുള്ള
പല ഫേംസുകളും ഈവൻ ദേവി സാറിനെ പോലെയുള്ള പല ഫേംസുകളും ഉണ്ട് ഇപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഈ നമ്മുടെ സ്റ്റാഫ് അപ്ഡേഷൻസും നമുക്കുണ്ടാകുന്ന ഒരു എന്താണ് ക്വാളിറ്റി കുറച്ചും കൂടെ മേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് എനിക്ക് തോന്നുന്നത് റീസെന്റ് ആയിട്ടാണ്. അതിനകത്ത് 25 ഞാൻ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണാൻ കൂടി ആഗ്രഹിക്കുന്നു. ഓക്കെ സോ താങ്ക് യു സോ മച്ച്. അത് വലിയ ഓണർ ആയിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഞാനും മനോജ് സാർ തമ്മിലൊരു അഗ്രിമെന്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നുമല്ല കേട്ടോ, അത് അദ്ദേഹം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതെ, പി ആർ സർവീസ് ആണെന്ന് പറയും അല്ലേ? ഏതാ? അല്ല, ഇതൊരു പി ആർ ആണെന്ന് വിചാരിക്കുന്നു. അതെ, നമ്മളെ ഈ മാജിക് ഷോ ചെയ്യണ പോലെ അതൊന്നുമല്ല. താങ്ക് യു സോ മച്ച് സർ. വളരെ ജെന്യുവനായിട്ട് സാറിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞ് ഞാൻ പലപ്പോഴും ഈ അഡ്വാൻസ് എക്സൽ ട്രെയിനിങ് പറയുന്ന സമയത്ത് ഞാൻ മനോജ് സാറെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാറുള്ളത്. ഞാൻ മിനിമം ഒരു 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് എടുപ്പിക്കാറുള്ളൂ, എല്ലാത്തോടും ക്ലാസ് എടുപ്പിക്കാറില്ല നോർമലി. കാരണം അൾട്ടിമേറ്റ്ലി ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ട ആൾക്കാരാണല്ലോ, അപ്പോൾ അത്തരത്തിലാണ് പൊതുവെ ശ്രമിക്കാറുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ചാലഞ്ചസ് പറയണം. ഒന്ന്, ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ കണ്ടിട്ടുള്ളത്, അത് ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും, നമ്മുടെ വരുമാനവും നമ്മുടെ ചെലവുകളും തമ്മിലുള്ള ആ ഒരു അകലം കൂടിക്കൊണ്ടിരിക്കുക എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണെങ്കിൽ തംസപ്പ് തന്നാൽ മതി എല്ലാവരും. പണ്ട് സെന്റർ നടത്തുന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു 30 to 40% എക്സ്പെൻസ് കൂടിയിട്ടുണ്ടാവും. അത് വാടക ആയിക്കോട്ടെ, സ്റ്റാഫിന്റെ സാലറി ആയിക്കോട്ടെ, അട്രീഷൻ ആയിക്കോട്ടെ, യു വിൽ ഹാവ് ലോട്ട് ഓഫ് ചാലഞ്ചസ് ഔട്ട് ദെയർ, വിച്ച് മീൻസ് നിങ്ങളുടെ പോക്കറ്റിന്റെ കനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടേ കനം കുറച്ച് കുറവാണെന്ന് എനിക്കറിയാം, പലർക്കും, എല്ലാവരും കാര്യമില്ല പറഞ്ഞു, പക്ഷെ മെജോറിറ്റി ആൾക്കാർക്കും യു ആർ ഫേസിങ് ചാലഞ്ചസ്. ഞാൻ ഒരുപാട് സെന്ററുമായിട്ട് വ്യക്തിപരമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വലിയ ബ്രാൻഡുകളുടെ പോലും ഒരു 80% ഫ്രാഞ്ചൈസികളും സർവൈവൽ മോഡിലാണ്. വേറൊരു ജോലിക്ക് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനൊക്കെ ആൾക്കാരോട് ഇരിക്കുന്നുണ്ട്, എനിക്ക് അവരൊന്നും പേര് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഐ നോ ദാറ്റ് ബൈ ദി ഫാക്ട്. ഓക്കെ, 2 ഞാൻ കണ്ടിട്ടുള്ളത്, ഒന്ന് ചാലഞ്ച് ഈ അൺസർട്ടനിറ്റി ഇൻ മാർക്കറ്റാണ്. അതായത് കുട്ടികളുടെ ബിഹേവിയർ പാറ്റേണിൽ വന്ന മാറ്റങ്ങൾ, മൈഗ്രേഷൻ ഒരു വലിയ ചാലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തംസപ്പ് തരാം, വിച്ച് മീൻസ് ദാറ്റ് റൈംസ് വിത്ത് യു. നിങ്ങളെ ചാലഞ്ചസ് വരെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ പെയിൻ മനസ്സിലാവുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങളൊരു പെയിൻ അറിയാണ്ട് എനിക്കൊരു സൊല്യൂഷനോ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഇത് പറയാനില്ല. ഓക്കെ, ഒരുപാട് കുട്ടികൾ, ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ കാണാനില്ല എന്നുള്ള സിറ്റുവേഷൻ പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു, പക്ഷെ എങ്കിലും യൂറോപ്പിലേക്കും ജർമ്മനി, അതേപോലെ യൂറോപ്പിലാണ് ജർമ്മനി, അതേപോലെ UK, US ലേക്കുള്ള മൈഗ്രേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റ് കേരള മാർക്കറ്റ് തന്നെയാണ്. ഞാൻ ഈ സെഗ്മെന്റ് 2017 ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഐ ഹാഡ് ക്ലോസ് ടു 300+ മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇന്നത് 1200-ൽ കൂടുതലാണ് ബ്രാൻഡുകൾ, നോൺ ബ്രാൻഡ്സ്. അത്രയും ഗ്രോത്ത് അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് ശരിക്കും നമ്മുടെ മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട്. ഈ പോളിസീസിലുള്ള മാറ്റങ്ങളാണ്. NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ക്രെഡിറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബഹളങ്ങൾ നമ്മളെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സെന്റേഴ്സ് ശരിക്കും സ്ട്രഗിൾ ചെയ്തു. കോളേജിൽ പോകുന്ന സമയത്ത് എത്രയോ വർഷങ്ങളായി അസോസിയേഷനുള്ള കോളേജുകളിൽ പലപ്പോഴും കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്രെഡിറ്റുള്ള പ്രോഗ്രാംസ് വേണമെന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങളെ പ്രോബ്ലംസ് ആയിരുന്നെങ്കിൽ യു ക്യാൻ ഗീവ് മി എ തംസ് അപ്പ് സോ ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ എം സ്പീക്കിംഗ് യുവർ പെയിൻ. ഇതൊരു വലിയ ചലഞ്ച് എനിക്ക് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ഉള്ളത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ പെയിൻ കൃത്യമായിട്ട് അറിയാം. നമ്മളതിന് സൊല്യൂഷൻസ് ആയിട്ട് കുറേ സംസാരിച്ചിരുന്നു, ഒരുപാട് സൊല്യൂഷൻസ് പലരും കിട്ടിയിട്ടുണ്ട്, കിട്ടാത്ത ആൾക്കാർ ഇനിയും ഉണ്ടാവും. അതിനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഏറ്റവും എക്സ്പെൻസീവ് ആയും ഒട്ടും എക്സ്പെൻസ് ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ അതിനെ കണക്ട് ചെയ്യാം നമുക്ക്. പിന്നെ വരുന്ന സ്റ്റാഫിന്റെ അട്രീഷനാണ്. ഈ വർഷം എനിക്കൊന്ന്, കഴിഞ്ഞ വർഷം മാത്രം ഞാൻ പേഴ്സണലി മെന്റർ ചെയ്ത 1-2 സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഏറ്റവും വലിയ ചലഞ്ച് ഉണ്ടായിരുന്നത് ഏറ്റവും നല്ല ടീച്ചേഴ്സിന്റെ കൊഴിച്ചുപോക്കാണ്. അത് പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഇവിടെ ഇരിക്കുന്ന മെജോറിറ്റി, എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇവരൊക്കെ നല്ല ടീച്ചേഴ്സാണ്. ബൈ ഡിഫോൾട്ട് നിങ്ങൾ ടീച്ചർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ പെയിൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊരു ബിസിനസ്സായി നടത്തുന്ന ആൾക്കാരുണ്ടാവും. അതായത് നിങ്ങൾ ടീച്ചർ അല്ല, പക്ഷേ ഇത് ചെയ്യാൻ ആഗ്രഹിച്ചു തുടങ്ങിയ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ചലഞ്ചസ് ഞാൻ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഒരു ടീച്ചർ പോകുമ്പോഴത്തേക്കും ആ ഡിവിഷൻ കംപ്ലീറ്റ്ലി ആയിട്ട് ഹാൻഡിക്യാപ്ഡ് ആവുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതൊരു വലിയ ചലഞ്ചായി തോന്നിയിട്ടുണ്ട്, സ്റ്റാഫിന്റെ അട്രീഷൻ. നിങ്ങൾക്കത് പ്രോബ്ലം ആയിരുന്നു 2025-ൽ? നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമാണ് ശരിക്കും. നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട സമയമാണ്, വാട്ട് ഹാസ് ആക്ച്വലി ഹാപ്പൻഡ്, അല്ലെങ്കിൽ വൈ ആർ ദേ ഫോളിങ് ഔട്ട് എന്ന് നമ്മൾ പരസ്പരം ചോദിക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ട്. ഓക്കെ, മറ്റൊന്നുള്ളത് അഡ്മിഷൻ ആൻഡ് റവന്യൂ ഫൈറ്റ്സ് ആർ ഗെറ്റിംഗ് ടഫർ ഈച്ച് ഡേ. മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രഗിൾ ആണ് ഇപ്പം നമുക്ക് അഡ്മിഷൻസും കളക്ഷനും റവന്യൂവും വരുത്താൻ വേണ്ടിയിട്ട്. മുമ്പ് ഇത്ര ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ കുറച്ചുകൂടി ടൈറ്റ് ആണ് മാർക്കറ്റ്.
ഇൻ ദ സെൻസ് കുട്ടികളുടെ നമ്പേഴ്സ് കുറവാണ്, ഉള്ള കുട്ടികളെ എല്ലാവരും പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു. അവിടെ നമുക്കൊരു അഡ്മിഷൻ കൺവേർഷൻ ആവാൻ വേണ്ടി വി ഹാവ് അവർ ഓൺ ഷെയർ ഓഫ് പെയിൻ. ഡു യു അഗ്രി വിത്ത് മീ എവ്രി വൺ? എനിക്ക് നിങ്ങളെ മുഖമൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സ്ക്രീനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തംസപ്പ് തന്നാൽ എനിക്ക് മനസ്സിലാവും യു ആർ വിത്ത് മീ എന്നുള്ളത്. ശരി, അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇതെല്ലാം. ഇതല്ലാതെയും നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും, എനിക്കറിയാം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റിന്റെ കോസ്റ്റ് വളരെയധികം കൂടിയെന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. 30% വരെ കൂടിയ ആൾക്കാരെ എനിക്കറിയാം. അതേപോലെ കീ ആയിട്ടുള്ള സ്റ്റാഫുകൾ തൊഴിഞ്ഞു പോകുന്നൊരു വലിയ ചാലഞ്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ആണ്. ഇതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ സെഷൻ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ളൊരു മിററായിട്ട്, അല്ലെങ്കിൽ നേരെ നോക്കി നിങ്ങളെ കാണുന്ന റിഫ്ലക്ഷൻ ആയിട്ട് നിങ്ങൾ കാണേണ്ടതുണ്ട്. 2, ഇനി എങ്ങോട്ട് 2025 എന്ത് ലക്ഷ്യങ്ങൾ ഞാൻ വെക്കണം എന്നുള്ളതിന് നിങ്ങൾക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന. ഇവിടുന്ന് നമ്മൾ സെഷൻ പ്ലാനിങ് കംപ്ലീറ്റ് നടക്കില്ല, പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്കൊരു രൂപരേഖ 2026 എങ്ങനെ വേണമെന്ന് രൂപരേഖ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഇൻപുട്ടുകൾ തരിക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇന്ന് സംസാരിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് പേർക്ക് എന്നെ അറിയുന്നതാണ്, അറിയാത്ത ആൾക്കാർക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതിന് മുൻപ് ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല, ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾ എല്ലാവരും മോട്ടിവേറ്റഡ് ആയതുകൊണ്ടാണ് ഈ വർഷവും നിങ്ങൾ ഈ സെഷനിൽ കയറിയേക്കുന്നത്. അടുത്ത വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കയറിയേക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഐഡിയ കിട്ടുമെന്ന് ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട്, വിച്ച് മീൻസ് യു ആർ ഹോപ്പ്ഫുൾ. നിങ്ങൾ ഇപ്പോഴും പോസിറ്റീവാണ്. മാത്രമല്ല ഇന്നത്തെ ഒരു അജണ്ട അതല്ല, അതുകൊണ്ടാണ് മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. എനിക്കൊന്ന് മോട്ടിവേഷനിൽ കൂടെ നമുക്ക് വേണ്ടത് ആക്ഷൻ ആണ് എന്നാണ് തോന്നുന്നത്. ഓക്കെ, മോട്ടീവ് ഇൻ ആക്ഷൻ ആണ് മോട്ടിവേഷൻ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ് us ഓപ്പൺ അപ്പ് ആൻഡ് ലിസൺ വിത്തൗട്ട് ഫിൽറ്റേഴ്സ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചാലഞ്ച് ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കലാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഞാൻ 2009 ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഈ ഡയറക്ടേഴ്സ് എന്നെ അംഗീകരിക്കാൻ ഏകദേശം 5 വർഷത്തോളം എടുത്തു. ഇവരേതാ പയ്യൻ വന്ന് പഠിപ്പിക്കുക എന്നുള്ള ഫീലിംഗ് ആയിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. മറിച്ച് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഗൗനിക്കാറില്ല. പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിൽ ഒരു മറയായിട്ട് മാറാറുണ്ട്. ആ മറയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾക്ക് വേണ്ടത് മാത്രം സ്വീകരിച്ച് വേണ്ടാത്തെല്ലാം തള്ളിക്കളയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഈ സെഷൻ ഇരിക്കുന്ന സമയം നിങ്ങൾ തുറന്ന മനസ്സോടെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ എന്നെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ഫ്രാഞ്ചൈസ് എഡ്യൂക്കേറ്റർ ആണ്, യെസ്. പക്ഷേ അതിന് ഉപരി ഞാനൊരു ഫ്രാഞ്ചൈസ് കൺസൾട്ടൻ്റ് ആയിട്ട് ഞാൻ എന്നെ തിരിച്ചറിയുന്നത്. ലാസ്റ്റ് എൻ്റെ PhD ഉണ്ടായിരുന്നത് ഫ്രാഞ്ചൈസ് കൺസൾട്ടിങ്ങിലാണ്. സോ കഴിഞ്ഞ ദിവസം ഡിസംബർ 20 ഞാൻ അതിൽ ഡോക്ടറേറ്റ് എടുത്തത്. ഒരു ആമസോൺ ബെസ്റ്റ് സെല്ലർ ബുക്ക് എഴുതിയിട്ടുണ്ട് ഫ്രാഞ്ചൈസ് കൺസൾട്ടിങ്ങിനെ കുറിച്ച്, എങ്ങനെ ഒരു സ്ഥാപനം ഫ്രാഞ്ചൈസർ ആവാം എന്നുള്ളത്. കാരണം ഞാൻ മുമ്പ് വർക്ക് ചെയ്ത ഒരു ഫ്രാഞ്ചൈസ്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിന് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അവിടെ ഏകദേശം എല്ലാ പേപ്പേഴ്സും, എഗ്രിമെന്റ് മുതൽ എല്ലാ പേപ്പേഴ്സിലും എൻ്റെ റോൾ ഉണ്ടായിരുന്നു. പോളിസീസ്, സിസ്റ്റം ക്രിയേഷൻ എല്ലാം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നത്. പക്ഷെ കടന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ പഠിച്ചതൊന്നുമല്ല ഫ്രാഞ്ചൈസിങ് എന്നുള്ളത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്ക് ഉപയോഗപ്പെടുത്തി. ഇത് നിങ്ങൾക്ക് ആമസോണിൽ വാങ്ങാൻ വേണ്ടി സാധിക്കും ഈ ബുക്ക് ആവശ്യമുള്ളവർക്ക്. അതേപോലെ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു 2022 ഞങ്ങൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 2022 മാർച്ച് 28 ഈ കമ്പനി ലോഞ്ച് ചെയ്തത്. ദുബായിൽ വെച്ചായിരുന്നു ലോഞ്ച് ചെയ്തത്, കരിയേഴ്സ് ആൻഡ് കണക്ട്സ്. നമ്മുടെ ഉദ്ദേശം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ട എല്ലാ സർവീസുകളും നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് മാറുക എന്നുള്ളതായിരുന്നു. അതായത് ഫീ കളക്ഷൻ മുതൽ ഒന്ന് സൗണ്ട് കൺട്രോൾ ചെയ്യണേ. ആരാ ലൈനിലുള്ള? ദിവ്യ മേഡം ആണോ? അല്ല സർ, അമിതയാണ്. ഒന്ന് കൺട്രോൾ ചെയ്യാമല്ലോ സൗണ്ട് അല്ലേ? ഓക്കെ, ശരി. അതേപോലെ നമ്മൾ ഗവൺമെന്റ് അഫിലിയേഷൻസ്, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ സർട്ടിഫിക്കേഷൻസ്, ടീച്ചേഴ്സ് ട്രെയിനിങ്. നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖല ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്. ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന ക്ലാസ് ആണ് നമ്മളിതെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്. ഒരു 90% പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന ക്ലാസ് ആണ് നമ്മുടേത് മോസ്റ്റ്ലി. അതേപോലെ സെമിനാർ എടുക്കാൻ സഹായിക്കാറുണ്ട്, വെബിനാറും സഹായിക്കാറുണ്ട്, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് സപ്പോർട്ടിന് വേണ്ടി സഹായിക്കാറുണ്ട്. പക്ഷെ അത് അത്ര ആക്റ്റീവ് അല്ല. നമ്മൾ ഈ വർഷം അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 1-on-1 കൺസൾട്ടിംഗ് ആണ്. നിങ്ങളെ സെന്റേഴ്സ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വ്യക്തിപരമായി സംസാരിക്കാനും അതിലേക്കുള്ള കൺസൾട്ടിങ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മളെ സർവീസസിൽ വരുന്നത്. അതുപോലെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്, ഒരു ഇതെല്ലാത്തിനെയും സർട്ടിഫിക്കേഷൻ നമ്മളിലുണ്ട്, ഇൻക്ലൂഡിങ് SAP. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജെനുവിൻ SAP ഏറ്റവും നല്ല പ്രൈസിൽ തരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ചീപ്പാണെന്ന് ഞാൻ പറയാറില്ല, പക്ഷേ നമ്മുടെ സർവീസിന് അനുവദിക്കാൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നത്തിങ്. അപ്പോൾ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അതേപോലെ SAP അടക്കം എല്ലാ സർട്ടിഫിക്കേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. മോസ്റ്റ്ലി ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ എല്ലാവരും വായിച്ച് ഹൃദയത്തിലേക്ക് എടുക്കേണ്ട ഒരു വാക്കാണ്. ഞാൻ അന്നും ഇന്നും 14 വർഷം മുൻപ് ഞാൻ ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകമാണ്, ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നതിന് ഇമ്പോർട്ടൻസ്, സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നതിന് ഇമ്പോർട്ടൻസ്. പറയാറുണ്ട്, ഞാൻ ട്രെയിനിങ് കൊടുത്ത് ഇവരങ്ങോട്ട് പോയാലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കിത് കേൾക്കുമ്പോൾ പലപ്പോഴും ചിരി വരാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് നിങ്ങളെ പെയിൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ വി ആർ ആക്ച്വലി സ്റ്റക്ക് ഇൻ എ സർക്കിൾ. ഞാൻ ചോദിക്കുന്ന തിരിച്ച് രണ്ടാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഇഫ് ദേ സ്റ്റേ വിത്തൗട്ട് ട്രെയിനിങ്? അവർ ട്രെയിനിങ് എടുക്കാതെ നിങ്ങളെ കൂടെ സ്റ്റേ ബാക്ക് ചെയ്താലോ? അവരും വളരില്ല, നിങ്ങളും വളരില്ല. ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇതാണ്. പക്ഷെ ഞാൻ വളരുന്ന സ്ഥാപനങ്ങൾ ഏതെടുത്ത് നോക്കുവാണെങ്കിലും, ഇപ്പോൾ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രെയിനിങ് സെന്റർ ഉണ്ട്, എനിക്കറിയാവുന്ന ഏകദേശം 1000-ഓളം കുട്ടികൾ എല്ലാ മാസവും പഠിച്ചിറങ്ങുന്ന ഒരു വലിയ ഓർഗനൈസേഷൻ. അതിന്റെ ടീച്ചേഴ്സിന്റെ ടോട്ടൽ ട്രെയിനിങ് എനിക്കായിരുന്നു. ഞാനിരുന്ന് ക്ലാസ് എടുത്തിരുന്നത് കണ്ണൂർ വെച്ചിട്ട്. അവര് ഒരു കോംപ്രമൈസും ചെയ്യാണ്ട് ട്രെയിനിങ് കൊടുത്ത എന്നോട് പറഞ്ഞ വാക്ക് ഇതാണ്, സാറേ ട്രെയിനിങ് കിട്ടാത്ത ഇവരെന്റെ കൂടെ നിന്നാൽ ഞാൻ എങ്ങനെയാ വളരാന്നാണ് ചോദ്യം. ഇത് നമ്മളെല്ലാം ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വാചകമാണ്. വാട്ട് ഇഫ് ദേ സ്റ്റേ ബാക്ക് വിത്തൗട്ട് ട്രെയിനിങ്? ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. സോഫ്റ്റ്വെയർ മാത്രമല്ല, അവരുടെ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ എന്നുള്ളതല്ല, യെസ് വി ആർ ഗിവിംഗ് ദ സർവീസ്, ഞാനല്ല, ഏതാണെങ്കിലും ശരി, അവർക്ക് വാല്യൂ കിട്ടുന്ന ഒരു നല്ല ട്രെയിനിങ് നിങ്ങൾ ജനുവരി തന്നെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു വൃത്തിയുള്ള പ്ലേറ്റിലേ നമുക്ക് പുതിയത് എക്സ്പെക്ട് ചെയ്യാവൂ. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് നിങ്ങൾ അജണ്ടയുടെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. അത് എല്ലാ സെഗ്മെന്റിലും. നിങ്ങളുടെ മാർക്കറ്റിംഗിലേക്ക് ട്രെയിനിങ് കൊടുക്കണം, നിങ്ങളുടെ സെയിൽസിലേക്ക് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്, നിങ്ങളുടെ ഓപ്പറേഷൻസിലേക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ഇത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ട്രെയിനിങ് കൊടുക്കുക, അപ്ഗ്രേഡേഷൻ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. ഞാൻ കൺസൾട്ട് ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാ ടീച്ചേഴ്സിനും ടാർഗറ്റ് കൊടുത്തിട്ടുള്ളത് 2 പുതിയ കോഴ്സുകൾ അവർക്ക് പഠിപ്പിക്കാൻ സാധിക്കണമെന്നാണ്. ജനുവരി മുതൽ ജൂൺ വരെയും ജൂൺ മുതൽ ഡിസംബർ വരെയും 6 മാസം സമയമുണ്ട് 2 പുതിയ കോഴ്സ് പഠിക്കാനും പഠിപ്പിക്കാനുമായിട്ട്. ഇതേപോലെ ടാർഗറ്റ് നിങ്ങളുടെ സ്റ്റാഫ്സിനും കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എൻ്റെ രണ്ടാമത്തെ ഒരു സ്ഥാപനം ഡൈസ് ഗ്ലോബൽ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അധികം പറഞ്ഞു പോകുന്നില്ല. ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, HR മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റിലുള്ള സോഫ്റ്റ്വെയർ ആക്ച്വൽ സോഫ്റ്റ്വെയർ നമ്മൾ കൊടുക്കും. ഇത് നമ്മുടെ സ്ഥാപനമാണ്. ഏകദേശം 125ഓളം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. അതിന്റെ അക്കാഡമിക് ഡിവിഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇത് ഒന്നും നമ്മളൊരു ഫേക്ക് സാധനമോ ഒരു ഡമ്മി സാധനമായി ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഏറ്റവും ബെസ്റ്റ് എന്താണ് നമുക്ക് തരാൻ സാധിക്കുന്നത്, ഏറ്റവും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, നഴ്സിംഗ് കോഴ്സുകളുണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ട്, HR മാനേജ്മെന്റ് ഉണ്ട്, കൂടാതെ സ്റ്റഡി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു കമ്പനി കൂടി ഉണ്ട്. എനിക്ക് അതിൽ വരുന്നത് നമ്മൾ ടാക്സ് സിമുലേഷൻ സോഫ്റ്റ്വെയർ, GST, TDS, ITR, UAE VAT, EPFO നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്ന ഇന്റർഫേസ് ആണ്. എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പോ കണ്ടുപഠിക്കാനുള്ളതൊന്നുമല്ല, ചെയ്ത് പഠിക്കാനുള്ള സോഫ്റ്റ്വെയറുകൾ മാത്രമേ നമുക്കുള്ളൂ. അതും ഓൾമോസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കണ്ടന്റ് 6 സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു കമ്പനി സെക്രട്ടറിയും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ എന്തിന് ഞാൻ പറഞ്ഞത് കേൾക്കണമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യമുള്ളത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. 20 വർഷമായിട്ട് എഡ്യൂക്കേഷൻ ഫീൽഡിലുണ്ട്. ലോവസ്റ്റ് ഓഫ് ദ പ്രൊഫൈൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടീച്ചറിൻ്റെ അസിസ്റ്റൻ്റ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്ത് GTECന്റെ VP ആയിട്ട് അതിൻ്റെ ഡിവിഷൻ്റെ ഡയറക്ടറായിട്ട് ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ. പ്ലസ് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻട്രാക്ഷനാണ്. പൊതുവെ ഇത് ബ്ലഫിംഗ് ആണെന്ന് പറയാറുണ്ട്, പക്ഷെ ഇത് പറയാതെ പലപ്പോഴും മനസ്സ് ഓപ്പൺ ആവില്ല. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ഞാനിത് 2005 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തൊരു ഫോട്ടോ ആണ്. അതിൽ എന്നെ കാണാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 2-3 വർഷങ്ങളായിട്ട് ഞാൻ കാണാത്ത ബ്രാൻഡുകളോ നമ്മളിന്ന് അറിയപ്പെടുന്ന എണ്ണപ്പെട്ട എല്ലാ ബ്രാൻഡുകളുടെയും ഓണേഴ്സിൻ്റെ കൂടെ എനിക്ക് സംസാരിക്കാനും അവരോട് സംവദിക്കാനും സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് തോമസ് സാറാണ് നമ്മൾ NIFE ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. IBS അക്കാഡമീൻ്റെ ദീപക് മേനോനാണ്. ഇത് നമ്മുടെ എൻട്രിയിലെ ടീമാണ്. ഇത് നമ്മുടെ ലൂമിനസ് ലിസ്റ്റിലാണ്. ഇത് നമ്മുടെ ട്രാൻസോസ് ആണ്. ഇത് ആരോൺ അക്കാഡമി. അങ്ങനെ ഒരുപാട് ഇത് ആദി ഷാഫിൻ്റെ ആണ്. ഷാഫി ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണറാണ്. ഇങ്ങനെ അടക്കം ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റി. കഴിഞ്ഞ വർഷം 2020 ഈ വർഷം നവംബറിൽ ഡൽഹിയിൽ വെച്ച് നടന്നൊരു ടെക് ഫോർ ആയിട്ട് നടന്ന ഇവന്റ് ഉണ്ടായിരുന്നു. അതായത് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയും KC ഗ്ലോബലും ചേർന്ന് നടത്തിയതാണ്. അതിൽ കേരള റെപ്രസെന്റേറ്റീവ് ഞാനായിരുന്നു. ഇത് കൂടാതെ ഇനി ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വരാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞൊരു സെഷനിലും പങ്കെടുക്കാൻ സാധിച്ചു. ഇത് NACന്റെ ചെയർമാനാണ്. ഇത് അതേപോലെ NCVTന്റെ ചെയർമാനാണ്. ഇങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങളെ കൂടെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയ കാര്യം ഇതാണ്, ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു വർഷമായിരിക്കും 2026 കൂടി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതുവരെ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ദാറ്റ് ഈസ് വാട്ട് യു ആർ.
ആൻഡ് പാസ്റ്റ് ആക്ഷൻ നിങ്ങൾ ഇപ്പോൾ എന്താണുള്ളത് അത് നിങ്ങളുടെ പാസ്റ്റ് ആക്ഷൻ്റെ റിസൾട്ട് ആയിരുന്നെങ്കിൽ 2026 നിങ്ങൾ എങ്ങനെയാവുന്നു എന്നുള്ളത് നിങ്ങൾ ഇന്നു മുതലുള്ള നിങ്ങളെ ആക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഇതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് മീറ്റിംഗ് ആണ്. നിങ്ങളെല്ലാവരും ആക്ഷന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ സെഷൻ കഴിഞ്ഞു, ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ നിങ്ങൾ കുട്ടികളല്ല, നിങ്ങളെല്ലാം സ്ഥാപനം നടത്തുന്ന ഓണ്ടർപ്രണേഴ്സാണ്. നിങ്ങളുടെ സ്പീഡാണ് നിങ്ങളുടെ കമ്പനിയുടെ സ്പീഡ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ സ്പീഡ് ഉയർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ സ്പീഡ് കൂടിയാൽ മാത്രമേ ആൾക്കാർ ഇറങ്ങി പോകുന്നത് കുറയുള്ളൂ. നിങ്ങൾ വളരെ സ്ലോ ആണെങ്കിൽ ആ സ്പീഡ് പറ്റാത്ത ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി പോകാനൊരു പോസിബിലിറ്റി കൂടുക. അതുകൊണ്ട് നമ്മൾ ആസ് എൻ ഓണർ നമ്മുടെ സ്പീഡ് കൂട്ടുക എന്നുള്ളത് മാത്രമേ നമ്മളെ മുന്നിൽ ഒരു മാർഗമായിട്ടുള്ളൂ. ഓക്കെ, സോ ലെറ്റ് us ഡിസൈൻ our 2026. റെഡി ആണോ എല്ലാവരും? ആർ യു വിത്ത് മീ? Are you with me? Okay, great, super. Yes. So experiences and experiential learning can cloud your vision if you're not backed by continuous learning and mentorship. പലപ്പോഴും പറയാറുണ്ട് എക്സ്പീരിയൻസ് ഒരു വലിയ ഫാക്ടർ ആണെന്നുള്ളത്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുള്ളത് എക്സ്പീരിയൻസ് മാത്രം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ചെറിയ കണ്ണാടിയിലൂടെ നമ്മൾ കാര്യങ്ങൾ കാണുന്നത് പോലെ ഇരിക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെരി വെരി സ്മോൾ. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഇത്ര വലുതാണെങ്കിൽ നമ്മളെ എക്സ്പീരിയൻസ് ഒരു കടുകുമണി അത്രയേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക? ഇതേപോലെ ഒരുപാട് ആൾക്കാരുടെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കും. രണ്ട്, ആസ് എൻ ഇൻഡസ്ട്രി നമ്മൾ ഇതിനെ സയൻറ്റിഫിക് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ വളരും. ഒരു ലീഡർഷിപ്പ്, ഒരു നല്ല കണ്ടിന്യൂസ് ലേണിംഗ് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ചിട്ട് നമുക്ക് അറിവുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം എൻ്റെ ഏറ്റവും നല്ല മൂവായി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ISTD എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് മാറി. ISTD എന്ന് പറഞ്ഞത് ഒരു ഗവൺമെൻറ് ടൈപ്പ് ഒരു 70 വർഷമായിട്ടുള്ള സ്ഥാപനമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ട്രെയിനേഴ്സും അതേപോലെ അക്കാഡമീഷ്യൻസും ഉള്ള ഒരു ഓർഗനൈസേഷൻ. ഞാൻ അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുത്തു. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. കാരണം നമ്മുടെ ചിന്ത വളരണമെങ്കിൽ നമ്മളെക്കാൾ നന്നായി ചിന്തിക്കുന്ന ആൾക്കാരെ നമ്മളെ കൂടെ വേണമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് അംഗീകരിക്കുന്നു നിങ്ങൾ? ഡു യു അഗ്രി വിത്ത് മീ ഫ്രണ്ട്സ്? അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ലേണിംഗ് ഇസ് വെരി ക്രൂഷ്യൽ. നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ആൾക്കാർ, നമ്മളെക്കാൾ അറിവുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സംവദിക്കുക, അവരുടെ അറിവിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷം. ഓക്കെ, സോ ലെറ്റ് us ഗെറ്റ് ബാക്ക് ടു ബേസിക്സ്. ഇത് ഞാൻ പറയുമ്പോൾ അത് ആ ഒരു കാഴ്ചപ്പാടോടുമാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഒന്ന്, നമ്മൾ ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, നമ്മൾ ബിസിനസ് ആണല്ലോ റൺ ചെയ്യുന്നത് അല്ലേ, ഇത് സർവീസ് ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ഇത് എടുക്കാവുന്നതാണ്. നോർമലി നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കുട്ടികളെ കിട്ടാനില്ല എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് ഒരുപാട് ആൾക്കാർ, ഈവൻ ദ ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു ചലഞ്ച്, നമ്മൾ വിറ്റത് കൊണ്ട് അത് വാങ്ങണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു കസ്റ്റമറിന് വേണ്ടത് മാത്രമേ കസ്റ്റമർ വാങ്ങുള്ളൂ. ശരിയാണോ? ശരിയാണോ ഫ്രണ്ട്സ്? ഡു യു അഗ്രി വിത്ത് മീ? ഞാൻ വിറ്റത് കൊണ്ട് നിങ്ങൾ വാങ്ങില്ല. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ വിറ്റാൽ നിങ്ങൾ വാങ്ങുള്ളൂ. ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സെല്ലബിൾ പ്രൊഡക്റ്റ് ആകുകയുള്ളൂ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് വിൽക്കുവാണെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് ശരിയല്ല എന്നതിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കില്ല. നമ്മൾ ചിന്തിക്കുന്ന കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. പലപ്പോഴും ഹാർഡ് വർക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ ഹാർഡ് വർക്ക് അലോൺ ഡസ് നോട്ട് ഹെൽപ്പ്. ചിലപ്പം അതിനുള്ള ഉത്തരം ഹാർഡ് വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഇതാണ്, പീപ്പിൾ പേ ഫോർ സൊല്യൂഷൻസ്. അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സൊല്യൂഷൻസിനാണ് അവർ പേ ചെയ്യുന്നത്. അത് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടോ എന്നാണ്. അപ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ക്രൂഷ്യലായി മനസ്സിലാക്കേണ്ടതാണ്, ഡു യു ഹാവ് എ സൊല്യൂഷൻ ടു എ ബേണിംഗ് പ്രോബ്ലം? നിങ്ങളുടെ കസ്റ്റമറിൻ്റെ ബേണിംഗ് പ്രോബ്ലം ആണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പ്രീമിയം ചാർജ് ചെയ്യാം. ഓക്കെ, അവരുടെ ഒരു നോർമൽ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഫീസ് ചാർജ് ചെയ്യാം. അതല്ല, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തൊരു പ്രോബ്ലമാണ്, അവർക്കില്ലാത്തൊരു പ്രോബ്ലമാണ്, നിങ്ങൾ ഹാർഡ് സെൽ ചെയ്യണം, നിർബന്ധിച്ചെടുപ്പിക്കണം, അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യിപ്പിക്കേണ്ടി വരും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. അതേപോലെ ബിസിനസ് ട്രീ, ഇത് പറയാനുള്ള റീസൺ കൂടി ഞാൻ തന്നെ വരച്ചുണ്ടാക്കിയതാണ് AI യൂസ് ചെയ്തിട്ട്. ഞാനൊരു രാജീവ് തൽരേജന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റിൽ ഒന്ന് അതാണ്. അദ്ദേഹം പഠിപ്പിക്കുന്ന സിസ്റ്റമാണിത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആർക്കും പറഞ്ഞുതരാമോ? നിങ്ങളാ രീതിയിൽ പറഞ്ഞാൽ മതി. എന്തൊക്കെ കാണുന്നുണ്ട് അതിനകത്ത്? എവിടുന്ന സ്റ്റാർട്ടിങ് വരുന്ന ഒരു സ്ഥാപനത്തിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്? ഒരു വിത്ത് കാണുന്നുണ്ടോ അതിൽ?
Can you see? സാർ ഇപ്പം സ്ക്രീൻ ബ്ലാങ്ക് ആണല്ലോ. ഇപ്പോഴോ? യെസ് ഇപ്പൊ കാണാം. ഓക്കെ, ഇതിൽ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്. നിങ്ങൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടാലി പഠിച്ചതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം. അല്ല എങ്കിൽ നിങ്ങൾ ഏതോ ഒരു സ്കില്ലെന്നോ ഒരു ലേണിംഗിനാണ് നിങ്ങൾ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അത് 25 വർഷം മുൻപാണെങ്കിൽ 30 വർഷം മുൻപാണ്. മനോജ് സാർ ടാലി പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ട് പഠിപ്പിച്ചുകൂടാന്ന് ചിന്തിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളെ സ്കില്ലെന്നാണ് ഈ സ്ഥാപനം വളർന്നു വന്നിട്ടുള്ളത്. ശരിയാണോ? അതെ, ഈ ലേണിംഗ് ഇതാണ് നമ്മുടെ വിത്ത് എന്ന് പറയുന്നത്. അതായത് ഇതുപോലെ മറ്റു മരങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയത് പഠിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇപ്പൊ പറഞ്ഞു കേട്ടോ. നിങ്ങളുടെ ഇന്ന് നിൽക്കുന്ന സ്ഥാപനം നിങ്ങൾക്ക് തണൽ തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ എന്നോ പഠിച്ചിരുന്നു, സ്കിൽഡ് ആയിരുന്നു. സോ അടുത്ത ചോദ്യം ഇതാണ്, ഇതേപോലെ എത്ര ബിസിനസ്സുകൾ നിങ്ങൾക്കുണ്ട്, എത്ര ഓൾട്ടർനേറ്റീവ് സാധനങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് പഠിച്ചതുപോലെ നിങ്ങൾ വീണ്ടും പഠിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. ആർ യു വിത്ത് മീ എവ്രിവൺ? യെസ്. ഇതിന് താഴെ നിങ്ങൾ കാണുന്നത് ആ സ്ഥാപനം പിടിച്ചു നിർത്താൻ വേണ്ടി അടുത്ത എന്താ വേണ്ടെന്ന് അറിയോ? HR ആണ്. എന്താ HR എന്ന് പറഞ്ഞാൽ? ഹ്യൂമൻ റിസോഴ്സ്. പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഓണർ പോവും, നമ്മുടെ ഏതൊരു സിനിമയിൽ പറയുന്നില്ലേ, ഈ ചായക്കപ്പ് അവർ മെഷീൻ കൊണ്ടുപോയില്ല, ഞാൻ തന്നെ പോയി കൊണ്ടുപോകണം എന്ന് പറഞ്ഞതുപോലെ കൗൺസിലിംഗ് നിങ്ങൾ തന്നെ ചെയ്യുന്നു, പഠിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ ചെയ്യുന്നു, മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യുന്നു, സെയിൽസ് നിങ്ങൾ ചെയ്യുന്നു. അതിനൊരു സ്ഥാപനം എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളില്ലെങ്കിൽ ആ സ്ഥാപനമില്ല. നിങ്ങളുടെ ഫാമിലി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തും. ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്ഥാപനം? നോ സർ. നിർബന്ധമായിട്ടും നിങ്ങൾക്ക് വരുമാനം വരുന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും HR വരുമാനം വരണമെന്നുണ്ടെങ്കിലും സ്റ്റാഫുകൾ അത്യാവശ്യം, അതും ക്വാളിറ്റി സ്റ്റാഫുകൾ വളരെ വളരെ അത്യാവശ്യമാണ്. ഹ്യൂമൻ റിസോഴ്സ് മാത്രം ഉണ്ടായാൽ പോരാ, നല്ല വൃക്ഷങ്ങളുണ്ട്. വൃക്ഷത്തിന്റെ ഏറ്റവും വലിയ വൃക്ഷത്തിനെ പിടിച്ചു നിർത്തുന്ന സാധനം സ്റ്റെമ്മാണ്. നിങ്ങൾ അക്കൗണ്ടിങ് പ്രോപ്പർ ആണോ? GST ടാക്സേഷൻ എല്ലാം കൃത്യമായി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? IT റിട്ടേൺസ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾ റിഫൈൻ ചെയ്യേണ്ട സമയമാണ്. കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് കോളേജസ് അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളും എൻട്രി ഉണ്ടാവുള്ളൂ. റെക്കഗ്നേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കംപ്ലയൻസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ലീഗൽ ഓപ്പറേഷൻ കമ്പനി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അത് LLP പ്രോപ്പറേറ്റർഷിപ്പ് എന്തായാലും കുഴപ്പമില്ല, പക്ഷേ ഗവൺമെന്റ് റെക്കഗ്നൈസ് സ്ഥാപനങ്ങളായിട്ട് മാറുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എല്ലാവരും ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ലീഗലി കംപ്ലൈങ് സ്ഥാപനമായിരിക്കണം. ഓക്കെ, പിന്നുള്ളത് ഓക്കെ, നമ്മൾ വളർന്നു വന്നു, വൃക്ഷത്തിന്റെ തടി വന്നു. തടി കഴിഞ്ഞ് അടുത്ത് വരുന്നത് എന്താണ്? നമുക്ക് സെയിൽസ് ആണ്. സെയിൽസിലേക്ക് വരണമെങ്കിൽ സെയിൽസ് നിലനിൽക്കുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ബ്രാഞ്ചുകളുടെ മുകളിലാണ്. ഓക്കെ, ബ്രാഞ്ച് ഇല്ലെങ്കിൽ എത്രത്തോളം കായ്ക്കൾ ഉണ്ടാവും? ശരിയാണ്, തെങ്ങുണ്ടാവും. തെങ്ങൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം. അതിനും പക്ഷെ ഒരുപാട് ഓലകളുണ്ടല്ലോ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ മാർക്കറ്റിനെ റീച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൈകളാണ് നമ്മുടെ സെയിൽസ് വരാനുള്ള നമ്മുടെ കൈകളാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലേ നിങ്ങൾക്ക് സെയിൽസുകൾ ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുള്ളൂ. മനോജ് സാർ ഒന്ന് മ്യൂട്ട് ചെയ്യോ സാറേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ക്രൂഷ്യൽ ആസ്പെക്ട് ആണ്. എത്ര ശതമാനം, അതൊക്കെ നമുക്ക് അതിലേക്ക് വരാം, ആ ചർച്ചയിലേക്ക് നമുക്ക് വരാം. ഓക്കെ, മോസ്റ്റ് കോമൺ ചാലഞ്ചസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയ ചാലഞ്ച്, ഏറ്റവും ചുരുങ്ങിയ 400ഓളം എഡ്യൂക്കേഷൻ ഓണ്ടർപ്രണേഴ്സിന് നേരിട്ട് പരിചയമുള്ളതും നേരിട്ട് സംസാരിക്കുന്നതും അവരുടെ പെയിൻ അറിയുന്നതും അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് ചാലഞ്ചസ് ഞാൻ ഇവിടെ പുട്ടപ്പ് ചെയ്യാണ്. നിങ്ങൾക്കിത് ജഡ്ജ് ചെയ്യാം. ഇതിൽ ഏതൊക്കെ പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് കൂടി ജഡ്ജ് ചെയ്യാവുന്ന ഒരു സെഷനാണ്. ഓക്കെ, അതിന് മുൻപ് ഒരു കൺസെന്റ് എടുക്കുവാണ്. ഞാൻ പറയുന്നത് ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ സദയം അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഞാൻ ക്ഷമ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വേദനിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെയിൻ പോയിന്റ് ആണ്. അത് നിങ്ങൾ ചെയ്യാത്തൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു വേദനയിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ ആ വേദനയായിട്ട് സ്വീകരിക്കുക, അത് എഴുതി വയ്ക്കുക. 2026 അതിൽ വ്യക്തമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വർഷമായി മാറാൻ വേണ്ടി നിങ്ങൾ അതിൽ പരിശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും ഒരുപാട് വർഷം നടത്തുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സ്ഥിരമായി വലത് കൈകൊണ്ട് ബ്രഷ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇടത് കൈകൊണ്ട് ബ്രഷ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളില്ല. അതുപോലെ തന്നെയാണ് പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മാറാതെ, നിങ്ങളുടെ സ്ട്രാറ്റജീസ് മാറാതെ, നിങ്ങളുടെ ദിനചര്യകളോ ഹാബിറ്റുകളോ നിങ്ങളുടെ റുട്ടീൻസോ മാറാതെ ഒരു മാറ്റം 2026 മാറാൻ വരുന്നില്ല. ഒരു മാറ്റം വരാൻ പോകുന്നില്ല. 100% ഉറപ്പാണ്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? നമ്മൾ മാറാതെ, നമ്മുടെ സ്ട്രാറ്റജീസ് മാറാതെ,
നമ്മുടെ റുട്ടീൻസ് മാറാതെ, നമ്മുടെ ഹാബിറ്റ്സ് മാറാതെ ഒരു മാറ്റവും 2026 കൊണ്ടുവരാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോയിന്റുകൾ അത്രയും കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി മാറ്റേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചാലഞ്ച് ഇതാണ്, ലോ മാർക്കറ്റിംഗ് സ്പെൻഡ്. ഇത് പറയാൻ എനിക്ക് വ്യക്തമായ ആധികാരികത ഉണ്ട്. കാരണം ഞാൻ നമ്മുടെ ഡൈസ് ഗ്ലോബൽ എന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സ് എല്ലാവരും ഭീമന്മാരാണ്, വമ്പന്മാരാണ്. അപ്പം അതിലുള്ളവർ എല്ലാവരും ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഇസ് മോർ ദാൻ 30%. അവരുടെ കിട്ടുന്ന വരുമാനത്തിന് 30% അവർ മാർക്കറ്റിംഗിലേക്ക് തിരിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ തന്നെ തിരിച്ചൊന്നുകൂടി ചെക്ക് ചെയ്യുക, ഹൗ മച്ച് ആർ വി സ്പെൻഡിങ് ഫോർ മാർക്കറ്റിംഗ്. നമുക്ക് കുട്ടികളില്ല എന്ന് പറയുമ്പോൾ കുട്ടികൾ നാട്ടിലില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ പലപ്പോഴും ഡെഡ് ഡാറ്റ വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഒരുമിച്ച് വാങ്ങുന്ന ബൾക്ക് ഡാറ്റ 500 രൂപക്ക് അല്ല 5000 രൂപക്ക് ടോട്ടൽ ഡാറ്റ വാങ്ങി വെച്ച് വിളിച്ചോ എന്ന് പറയുന്ന സിസ്റ്റം. ഇതിന് നമ്മൾ പറയാ ഔട്ട് ബൗണ്ട് കോൾസ് ആണ്. ഔട്ട് ബൗണ്ട് കോൾസിന്റെ പ്രത്യേകം നമ്മൾ ആ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. എത്ര നല്ല സ്റ്റാഫ് ആണെങ്കിലും അവർക്ക് സ്ട്രഗിൾ ആയിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും കൗൺസിലേഴ്സ് നമ്മളെ സെന്ററിൽ നിന്ന് വിട്ടുപോകാനുള്ള റീസൺ. കാരണം റിസൾട്ട് വരുന്നില്ല. അവർ മനസ്സിലാക്കുന്ന അവർ ഇൻകോമ്പിറ്റന്റ് ആണെന്നാണ്. നിങ്ങളാണെങ്കിൽ പറയുന്നില്ല അതൊക്കെ നല്ല ഡാറ്റ അല്ല, കോമൺ ഡാറ്റയാണ്, കുഴപ്പമില്ല. നിങ്ങൾക്ക് അവരെ ഒരു 3 മാസത്തിൽ കൂടുതലൊന്നും ഒരു കൗൺസിലർ നെഗറ്റീവ് വെച്ച് ഇരിക്കാൻ പറ്റില്ല. ദേ ഹാവ് ടു സ്കിപ്പ് ഓഫ്. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ ദേ വിൽ സ്റ്റേ ബാക്ക്, കാരണം അവർക്ക് അറിയാം ഇതിങ്ങനെ ആവുള്ളൂ എന്നുള്ളത്. പക്ഷെ പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതൊരു പുതിയ പണി ആയതുകൊണ്ടും ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് അവർ സ്റ്റേ ബാക്ക് ചെയ്യാനുള്ള റീസൺ കുറവാണ് പലപ്പോഴും. അതുകൊണ്ട് മാർക്കറ്റിംഗ് വ്യക്തമായിട്ട് ഇൻബൗണ്ട് കോൾസ് വരുന്ന രീതിയിൽ, നിങ്ങൾക്ക് ലീഡ് വരുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യുന്നില്ല എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ആദ്യം ചേർത്തൊരു ഏജൻസിനെ വിളിച്ച് ഏൽപ്പിക്കുക, അവർ നിങ്ങൾക്ക് ഡാറ്റ എടുത്ത് തരും. പക്ഷേ ഒറ്റ കാര്യം, മാർക്കറ്റിംഗ് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്, ഒരു ഡയലോഗാണ്. ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഗ്രൂപ്പ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്ക്രീന് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടേ. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും കാണാമോ? കാണാം. ഓക്കെ, ഇത് എൻ്റെ നമ്മുടെ ഗ്രൂപ്പാണ്. ഇതിനകത്ത് ഇങ്ങനെ ഓരോന്ന് ഡിസൈൻസ് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും എനിക്ക് അഭിപ്രായങ്ങളുണ്ട്. എല്ലാത്തിനും ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പോരാ, ഇത് വന്നിട്ടുണ്ട്, ഇതിന് എത്ര ലീഡ്സ് വന്നിട്ടുണ്ട്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടും ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഇതായിരിക്കും. കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് ലീഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് നാളത്തേക്കുള്ള ഭക്ഷണം ഇല്ലാത്തതുപോലെയാണ്. ഞാൻ പറയുന്ന സെൻസ് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരാൾ ഞാനായിരിക്കും. ഈ ഡിസൈൻ അത് പോരാ, അതിങ്ങനെ അവർക്ക് വോയിസും വീഡിയോസും അയച്ചുകൊണ്ടേയിരിക്കും ഞാൻ. മാർക്കറ്റിംഗ് ഒരിക്കലും നിങ്ങളുടെ ബുദ്ധി ഇല്ലാതെ സക്സസ്ഫുൾ ആവില്ല. കാരണം യു ആർ റണ്ണിങ് യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് നിങ്ങളെക്കാൾ മറ്റാർക്കും അറിയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ആർ യു വിത്ത് മീ എവ്രി വൺ? അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അത്രയും ഒരിക്കൽ നിങ്ങളെ കസ്റ്റമറിനെ എങ്ങനെ കിട്ടുമെന്ന് നിങ്ങളുടെ ബുദ്ധിയുടെ അകത്താണുള്ളത്. അവർക്കറിയില്ല. അവർക്ക് എന്താ അറിയാം, ഒരു പോസ്റ്റ് ഇടാനറിയാം, ആ പോസ്റ്റ് ഇട്ട് കണ്ട് പുഷ് ചെയ്യാനറിയാം, കിട്ടുന്ന ലീഡ്സ് തരാനറിയാം. ഈ കിട്ടുന്ന ആൾക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആണോ എന്ന് പോലും തിരിച്ചറിയാൻ അവർക്കറിയില്ല. അതുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ കിട്ടുന്ന ഓരോ ലീഡ്സിലും നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വരണം. എൻ്റെ എല്ലാ കമ്പനി ലീഡ്സും എനിക്ക് നേരിട്ടാണ് വരുന്നത് വാട്സാപ്പിൽ. അത് ഞങ്ങളൊരു B2B സ്ഥാപനം ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് പലപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. പക്ഷെ പറ്റുമെങ്കിൽ ലീഡിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ലീഡ്സിൻ്റെ റിവ്യൂ ആയിരിക്കണം നിങ്ങളുടെ ഏജൻസിയുമായിട്ട്. എന്നിട്ട് പറയണം, ഈ ആഡ് കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, അപ്പം എങ്ങനെ എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് മനസ്സിലാവാം? ഈ വാക്കല്ല ഉപയോഗിക്കേണ്ടത്, വ്യക്തമായിട്ട് ഈ വാക്ക് ഉപയോഗിക്കണം. ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ യൂസ് ചെയ്ത വാക്ക് HIS എന്നായിരുന്നു, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. കാരണം അതാണ് എൻ്റെ ഇൻഡസ്ട്രിയിൽ എൻ്റെ വാക്ക് HIS എന്നാണ്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി HIS എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ മാറ്റി, ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ വേർഡിങ് ഇട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിക്കുന്ന സ്ഥാപനമാണോ എങ്കിൽ ഹോസ്പിറ്റൽ ERP പഠിപ്പിക്കാൻ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റൽ ERP പഠിപ്പിക്കാൻ ഇത് നിങ്ങൾക്ക് ഒരു അവസരം എന്ന് പറഞ്ഞിട്ട് ആഡാക്കി. അതിനുശേഷമാണ് നമുക്ക് വ്യക്തമായ ലീഡ് വന്ന് 6 മാസത്തോളം നമ്മൾ റിഫൈൻ ചെയ്ത് ഇപ്പോഴാണ് കറക്റ്റായിട്ട് കഴിഞ്ഞൊരു വർഷമായിട്ട് നല്ല ലീഡ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മീനിങ് ഫുൾ ആയിട്ട് ലീഡ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ഓരോ ആഡുകളും നിങ്ങൾ റിവ്യൂ ചെയ്യാറുണ്ടോ? ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാറുണ്ടോ? ഇത് വളരെ വളരെ ക്രൂഷ്യലാണ്. ആൻഡ് ദാറ്റ് സ്പെൻഡ് മസ്റ്റ് നോട്ട് ബി സ്മോൾ. നിങ്ങളുടെ വരുമാനത്തിൻ്റെ അറ്റ്ലീസ്റ്റ് ലാഭമുണ്ട് എന്ന് പ്രതീക്ഷയിൽ പറയുകയാണ്, ലാഭത്തിൻ്റെ 30% നിങ്ങൾ ഇതിലേക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. ഓക്കെ, കാരണം മാർക്കറ്റിംഗ് സ്പെൻഡ് ഇല്ലെങ്കിൽ ലീഡ് ഉണ്ടാവില്ല, ലീഡ് ഇല്ലെങ്കിൽ അഡ്മിഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ഇൻകം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല സ്റ്റാഫിനെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അവർ മുഴുവൻ ഇറങ്ങിപ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ ചെറിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത കുട്ടികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ ഇന്നാക്കേണ്ടി വരും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ഫീഡ്ബാക്ക് മോശമാവും. നാളെ നിങ്ങൾ കുട്ടികൾ വരാനുള്ള സാധ്യത കുറയും. കണക്റ്റ് ആവുന്നുണ്ടോ?
എനിക്ക് 30-35 വർഷം സെന്റേഴ്സ് റണ്ണ് ചെയ്ത് ഇപ്പോഴും നടത്തണോ പൂട്ടണോ എന്ന് ഉറപ്പില്ലാത്ത ഒരുപാട് ഡയറക്ടേഴ്സിന് എനിക്കറിയാം. ഒറ്റ ചാലഞ്ച് ചെയ്യാനുള്ളത് മാർക്കറ്റിംഗ് ആണ്. ദ നോട്ട് സ്പെൻഡിങ് ഫോർ മാർക്കറ്റിംഗ്. 1 മാസം സ്പെൻഡ് ചെയ്യും, 2 മാസം സ്പെൻഡ് ചെയ്യും, 3-ാമത്തെ മാസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറയും ഇനി അഡ്മിഷൻ വരട്ടെ എന്നിട്ട് സ്പെൻഡ് ചെയ്യാന്ന് പറയും. അങ്ങനെയല്ല അത്. ഓക്കെ, മാർക്കറ്റിംഗ് കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്, കൺസിസ്റ്റന്റ് ആക്ടിവിറ്റി ആണ്, നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വേണ്ട ആക്ടിവിറ്റി ആണ്. ഈ പറഞ്ഞ പോയിന്റ് കിട്ടിയോ എല്ലാവർക്കും? ആർ യു വിത്ത് മീ എവ്രിവൺ? Can you give me a thumbs up, please? Yes. ഓക്കെ, എനിക്ക് തുരുതുരാ മെസ്സേജ് വരുന്നുണ്ട് എൻട്രി തരാൻ വേണ്ടിയിട്ട്. ഒന്ന് മെസ്സേജസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? എൻട്രീൻ്റെ മെസ്സേജസ് ആർക്കും എൻട്രി കൊടുക്കണ്ട, കാരണം അവർക്ക് ഒന്നും കണക്ഷൻ കിട്ടില്ല. അമിത മാഡം നോക്കുമല്ലോ അല്ലേ? റൈറ്റ്, സോ കണ്ടിന്യൂ ചെയ്യുന്നു കേട്ടോ. യെസ്, അപ്പോൾ ഇതൊരു വലിയ ചാലഞ്ചാണ്. മാർക്കറ്റിംഗ് ഒരു ക്രൂഷ്യൽ എലിമെന്റ് ആണ്. പ്ലീസ് ഡു ലുക്ക് സീരിയസ്ലി ഇൻ ടു ദിസ്. അല്ലെങ്കിൽ 2026 ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ പോകാൻ മതിയോ, കുറച്ചുകൂടി നിങ്ങൾ സ്ട്രഗിളിലേക്ക് പോകാൻ മതിയോ, പക്ഷെ നിങ്ങൾ സ്റ്റാറ്റസ് കോ നിങ്ങൾ മാനേജ് ചെയ്യും. അത് നമ്മളെ മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. നമ്മൾ എവിടെ അച്ചീവ് ചെയ്തോ അവിടെ നിൽക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ചിന്താഗതിയോ ഇപ്പോഴത്തെ വർക്കോ നമുക്ക് മതിയാവില്ല. ഓക്കെ, പിന്നെ വരുന്നത് നോട്ട് ട്രെയിനിങ് ഓർ പേയിങ് ദെയർ സ്റ്റാഫ്സ് വെൽ. ഇതൊരു ക്രൂഷ്യൽ എലിമെന്റ് ആണ്. ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. കാരണം ഞാൻ എൻ്റെ റോൾ ഇവിടെ കാണുന്ന ഒരു കോച്ച് റോൾ, ഒരു മെന്റർ റോളിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് പറയുവാണ്, നിങ്ങളുടെ സ്റ്റാഫിന് നിങ്ങൾ പ്രോപ്പർലി പേ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സ്റ്റാഫും സ്നേഹം കൊണ്ട് നിൽക്കാൻ പോകുന്നില്ല. ഇതിൽ ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഓൺലി ഫോർ ഓണേഴ്സ് എന്ന് പറയുന്ന റീസൺ അതാണ്. മറ്റാർക്കും ഈ സെഷനിൽ ഇരിക്കേണ്ടതില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കുക എന്നുള്ളത്, ഇപ്പം സ്റ്റാഫ് സാലറി കൂട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യാം. എന്താണ് മാർക്കറ്റിലെ റേഞ്ച് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇല്ലെങ്കിൽ യു മേ ലൂസ് യുവർ പ്രഷ്യസ് HR. ഒരു സീനിയർ ആയിട്ട് ഒരാൾ ഇറങ്ങിപ്പോയാൽ നമ്മൾ ഇത്രയും വർഷത്തെ നമ്മൾ അധ്വാനമാണ് വീണ്ടും സീറോയിൽ എത്തുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ട്രെയിനിങ് ആൻഡ് പേയിങ് എംപ്ലോയി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതർവൈസ് ദേ ഡോണ്ട് സ്റ്റിക്ക് ഓൺ ടു ദ ഓർഗനൈസേഷൻ. അവർ വളരുന്നതനുസരിച്ച് നമ്മൾ വളരേണ്ടതുണ്ട്, നമ്മുടെ സ്ഥാപനം വളരേണ്ടതുണ്ട്, അവർക്കത് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു സ്ഥാപനം വളരാത്തതിൻ്റെ കൃത്യമായിട്ട് സ്ഥാപനം വളരുന്നുണ്ടായിരുന്നു, അതനുസരിച്ച് പേ എനിക്ക് വന്നില്ല എന്ന് ഉത്തമ ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ആ സ്ഥാപനത്തിൽ ഇറങ്ങിപ്പോകുന്നത്. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസ് എനിക്കത് പറയാം. ഇതേപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവർ തൊട്ടടുത്ത് പോയി വേറെ സെൻറ്റർ വേണം. അപ്പോൾ കോമ്പറ്റീഷൻ കട്ട് ഓഫ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നല്ല സ്റ്റാഫിനെ നമ്മൾ പിടിച്ചു നിർത്തുക, അവർക്കൊരു പുതിയ ബ്രാഞ്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ബ്രാഞ്ച് ഇട്ട് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോട്ട് ട്രെയിനിങ് ഓർ പേയിങ് ദർ സ്റ്റാഫ് വെൽ ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ദാറ്റ് ഐ ആം ഫൈൻഡിങ് വിത്ത് എഡ്യൂപ്രൊണേഴ്സ്. അപ്പോൾ എത്രയെന്നുള്ളത് നിങ്ങൾ മാർക്കറ്റ് പഠിച്ചതിന് ശേഷം വേണം ഫിക്സ് ചെയ്യാൻ. അതർവൈസ് ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. ഓക്കെ, ഇതാണ് മറ്റൊരു ചലഞ്ച്. യു ഡോണ്ട് ഹാവ് സിസ്റ്റംസ് ഇൻ പ്ലേസ്. എത്ര പേർക്ക് കൃത്യമായി സിസ്റ്റംസ്, അവിടുത്തെ ഒരു മാനേജർ പോയാലോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു 1-2 കീ ആയിട്ടുള്ള മെമ്പേഴ്സ് ഇറങ്ങിപ്പോയാലും ഒന്നും നിങ്ങളുടെ സെന്ററിൽ ബാധിക്കില്ല എന്ന് പറയുന്ന എത്ര സെന്റേഴ്സ് ഇതിനകത്തുണ്ടോ? പലപ്പോഴും അതൊരു വലിയ ചാലഞ്ചാണ്. സ്റ്റാഫ് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമ്മൾ പല സെന്റേഴ്സിനും അറിയില്ല. നമ്മൾ സാലറി, അവർ ജോലി ചെയ്ത് നമ്മൾ പൈസ കൊടുക്കുന്നു എന്നല്ലാതെ അത് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സയന്റിഫിക് ആയിട്ടല്ല അവർക്ക് അപ്രൈസൽ കൊടുക്കുക. നിങ്ങൾ സയന്റിഫിക് ആയിട്ടല്ല അപ്രൈസൽ കൊടുക്കുന്നത് എങ്കിൽ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർ അവർ ഡീമോട്ടിവേറ്റഡ് ആവും. ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സാലറി കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്രൈറ്റീരിയ ഇല്ലാണ്ട് സാലറി ഇൻക്രിമെന്റ്, ഓണത്തിനൊരു ഇൻക്രിമെന്റ്, അല്ലെങ്കിൽ ഓരോ വർഷം കൂടുമ്പോൾ ഒരു ഇൻക്രിമെന്റ്. ഇതൊക്കെ വളരെ വളരെ പഴയ സിസ്റ്റംസ് ആണ്, നമ്മളൊക്കെ മാറേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ടെലികോളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ബൈജൂസ് ആപ്പോ അല്ലെങ്കിൽ ലക്ഷ്യ പോലുള്ള സ്ഥാപനങ്ങൾ ടെലികോളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവരെന്തുകൊണ്ടാണ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? കാരണം അവരുടെ പെർഫോമൻസ് മോണിറ്റർഡ് ആണ്. അവർക്ക് മിനിമം പെർഫോമൻസ് ഇല്ലെങ്കിൽ അവരെ മുഴുവൻ പിടിച്ച് കൃത്യമായിട്ടും പിടിച്ച് പുറത്താക്കും. നല്ല ആൾക്കാരെ മാത്രമേ അവർ സ്റ്റേ ബാക്ക് ചെയ്യുള്ളൂ, അല്ലാത്തവർ മുഴുവൻ അവർ പിടിച്ച് പുറത്താക്കും. അതുകൊണ്ടാണ് പലപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും പെർഫോമിംഗ് അല്ല. അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും അവിടെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർ പെർഫോമിംഗ് സ്റ്റാഫ് അല്ല. 3 കൺട്രോളാണ്. സ്റ്റാഫിന്റെ മുകളിൽ കൺട്രോൾ ഇല്ലെങ്കിൽ, കൺട്രോൾ എങ്ങനെയാ വെക്കുക? അവിടെ പോകണ്ട ഇവിടെ പോകണ്ട എന്നല്ല, റാദർ അത് കൃത്യമായി നമ്മൾ നിഷ്കർഷിച്ച് ഇതാണ് നമ്മുടെ സെന്ററിന്റെ ടൈമിംഗ്, ഇതിൽ നിങ്ങൾ ഇന്നതാണ് നിങ്ങളെ കൊണ്ട് പ്രതീക്ഷിക്കുന്നത്, അത് നമ്മൾ എല്ലാ മാസവും ഇതേപോലെ ഞങ്ങൾ പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നുണ്ടാവും. ഇത് ബേസ് ചെയ്ത് നിങ്ങളെ സാലറി അല്ലെങ്കിൽ ഇൻക്രിമെന്റ് എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇഫ് യു കനോട്ട് മെഷർ യു കനോട്ട് ഗ്രോ. ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ഒരു വാചകമാണ് ബിസിനസ്സിൽ. ഇഫ് യു കനോട്ട് മെഷർ യു കനോട്ട് ഗ്രോ. അതുകൊണ്ട് തന്നെ ഈ 3 ആസ്പെക്റ്റുകളും നിർബന്ധമാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ ഒരു വിഷമം തോന്നിയൊരു സംഭവം, ഒരു വളരെ വലിയ സ്ഥാപനം,
കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. അവിടുത്തെ GM അവിടുന്ന് ഇറങ്ങിപ്പോയി, എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടാണ്. ഇന്ന് ആ ബ്രാൻഡ് അവൈലബിൾ അല്ല, ഇന്ന് ആ ബ്രാൻഡ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങളിൽ വേണ്ടത് വ്യക്തികളല്ല, വ്യക്തിധിഷ്ഠിതമായ ഒരു മാനേജ്മെന്റ് അല്ല, മറിച്ച് സിസ്റ്റം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് വളരെ അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഈ വർഷത്തെ ഒരു പ്രയോറിറ്റി ആക്കി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഐ ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം, നല്ലത്. ഓക്കെ ആയിരുന്നോ? കണക്ട് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെയാണോ നിങ്ങളെ ചലഞ്ചസ്? ദീപക് സാർ നമസ്കാരം, റിയാസ് ഓ, ആണ്. റിയാസ് ജി പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. നല്ലൊരു ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പറഞ്ഞ നല്ല നല്ല പോയിന്റ്സ്, നല്ല പെയിൻഫുൾ പോയിന്റ്സ് ആണ്. ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പെയിൻ പോയിന്റ്സ് തന്നെ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്പെൻഡബിൾ എമൗണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു നിലവിലുള്ള ഒരു ബ്രേക്ക് ഈവൻ എത്തിയിട്ടില്ല, എന്നാലും നമുക്ക് അതിനൊന്ന് സ്കെയിലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുറത്തുനിന്ന് ഫണ്ട് റിസോഴ്സ് ചെയ്യാതെ എങ്ങനെയാണ് മാർക്കറ്റിംഗ് സ്പെൻഡ് കൂട്ടാൻ പറ്റുക? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻകമത്തിൽ നിന്ന് 30% ദീപക് സാർ പറഞ്ഞത് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്പെൻഡ്. അപ്പോൾ നമുക്ക് അതിലും ലീഡ് വന്നില്ലെങ്കിൽ എന്താണ് നമുക്ക് അടുത്ത സൊല്യൂഷൻ? അതല്ലെങ്കിൽ അതിൽ ക്രിയേറ്റിവിറ്റീസിൽ വരുന്ന മാറ്റങ്ങളാണോ? എങ്ങനെയാണ് അതിനൊരു പ്രാക്ടിക്കാലിറ്റി വരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ്, അതാണ് മാർക്കറ്റിങ്ങിൽ. ഓക്കെ, ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഒരുപാട് സമയമെടുത്ത് നമ്മൾ മാർക്കറ്റിംഗിന് വേണ്ടി മാത്രം നമ്മൾ സെഷൻ വെക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ സെഷൻ, മാർക്കറ്റിംഗിന് വേണ്ടി സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ ചർച്ച ചെയ്യാമെങ്കിലും 2 ഉത്തരങ്ങൾ പെട്ടെന്ന് പറയാവുന്നത്. ഒന്ന്, ഇതൊരു സെല്ലബിൾ പ്രൊഡക്റ്റ് ആണോ? നമുക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം മാർക്കറ്റിൽ വേണ്ട സാധനമാണോ? നമ്മൾ പലപ്പോഴും എനിക്ക് വളരെ വിഷമത്തോടെ ഓർക്കാൻ സാധിക്കുന്നത്, നമ്മൾ ഒരുമിച്ചുള്ള ഒരു ക്ലബിൽ, ആ ക്ലബിൽ ഇപ്പോഴും അവർക്ക് വിൽക്കാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റ്, അയാള് പുറത്തു പോയി വർക്ക് ചെയ്ത് എത്രയോ വർഷം, 30 വർഷമായിട്ട് പുറത്തു പോയി വർക്ക് ചെയ്ത് ഉണ്ടാക്കി വെച്ച ധനം മുഴുവനും അയാൾ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു സെല്ലബിൾ അല്ലാത്ത പ്രൊഡക്റ്റുമായിട്ടാണ്. ആ മെൻറ്റർ ഒരുപാട് തവണയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്, പക്ഷേ ഈസ് നെവർ ആക്സെപ്റ്റഡ് ഇറ്റ്. ഒരു സെല്ലബിൾ പ്രൊഡക്റ്റ് ആണോ? എങ്ങനെ സെല്ലബിൾ പ്രൊഡക്റ്റ് ആണെന്ന് അറിയാം. നമ്മുടെ നാട്ടിൽ അത് സെയിൽസ് ആവുന്നുണ്ട്. കസ്റ്റമർ നീഡ് ആവണത്. കസ്റ്റമർ നീഡ് അല്ലെങ്കിൽ അതെ, അതാണോ എന്നുള്ളത് നമ്മൾ കോമൺ സെൻസ് വെച്ച് ആലോചിക്കണം. തെറ്റാണെങ്കിൽ, മാർഗം തെറ്റാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറങ്ങി പോവാം. അങ്ങനെ ആകുമ്പോൾ റിട്ടേൺ ജേർണി കുറച്ച് കുറയും. നമ്മൾ കണ്ടിട്ടുള്ളത് കോമ്പറ്റീഷൻ, ഈ ഒരു മേഖലയിൽ കോമ്പറ്റീഷൻ കൂടുതലുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം പ്രൊഡക്റ്റ് ഓക്കെയാണ്, ബട്ട് അതിൽ നമ്മൾ ഇറക്കുന്നതിനേക്കാൾ ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള ആളുകളാകുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് ഫണ്ട് റിസോഴ്സസ് ഉണ്ട്, സ്കെയിലപ്പ് ചെയ്യാനുള്ള ഫണ്ട് അവർ പൂൾ ചെയ്യുന്നുണ്ട്. അത് മുഴുവനായിട്ടും ഇൻഫ്രയിലേക്കും മാർക്കറ്റിലേക്കും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിലവിലുള്ള ഇൻകത്തിൽ നിന്ന് എടുത്ത് മാർക്കറ്റ് ചെയ്യുമ്പോൾ വളരെ ലിമിറ്റേഷനാണ് വരുന്നത്. അതെ, അതുകൂടി ഞാൻ പറയാം. അതിൽ ഒന്നാണ് സെല്ലബിൾ പ്രൊഡക്റ്റ് ആണെന്ന്. ഇതൊരു ചെക്ക് ലിസ്റ്റ് ആണ്, ഫസ്റ്റ് ചെക്ക് ലിസ്റ്റ് ആണ്. ഇത് സെല്ലബിൾ ആണെങ്കിൽ എങ്ങനെ മനസ്സിലാവുക? ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവും, അവർക്കൊക്കെ അഡ്മിഷൻ ഉണ്ടാവും, വിച്ച് മീൻസ് വാട്ട്? അതിന് മാർക്കറ്റ് ഉണ്ട്. അതാണ് ഫസ്റ്റ് ആൻസർ. രണ്ടാമത്തെ ആൻസർ, ഹൗ മച്ച് ഷുഡ് യു സ്പെൻഡ്? നിങ്ങളുടെ കോമ്പറ്റീറ്റർ എത്രയാണോ സ്പെൻഡ് ചെയ്യുന്നത് അത്രയെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്നാണ്. അവരുടെ ലെവലിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ, അത്രയെങ്കിലും സ്പെൻഡ് ചെയ്യണം. അതല്ല എങ്കിൽ നിങ്ങൾ നോക്കേണ്ടത്, ഞാൻ എൻ്റെ വരുമാനം വെച്ചാൽ നോക്കാറുള്ളൂ. എനിക്ക് ഒരു വർഷം ഒരു ഡിവിഷന് ഇത്ര റവന്യൂ വരണമെന്നാണ്. അത്രയും റവന്യൂ വരണമെങ്കിൽ എനിക്ക് ഇത്ര ലീഡ്സ് വരണമെന്ന് എനിക്കറിയാം. എൻ്റെ കൺവേർഷൻ റേഷ്യോ ഇസ് ക്ലോസ് ടു അറൌണ്ട് 13-14%. 13 ആൾ എൻ്റെ കസ്റ്റമർ ആവണമെങ്കിൽ മിനിമം എനിക്ക് 130 ലീഡ്സ് വരണം. അപ്പം 130 ലീഡ്സ് വരണം, എനിക്ക് എത്ര സ്പെൻഡ് ചെയ്യണം? അപ്പോൾ എനിക്ക് 130 ക്വാളിഫൈഡ് ലീഡ്സ് വേണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 1000 ലീഡ്സ് വരണം. അപ്പോൾ 1000 ലീഡ്സിന് എനിക്ക് ഒരു ലീഡിന്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് 160 രൂപയാണ്. 160 രൂപ ഇൻറ്റു ദിസ്, അതാണ് എൻ്റെ മാർക്കറ്റിംഗ് സ്പെൻഡ്. 1,60,000 എൻ്റെ ഒരു വർഷത്തെ സ്പെൻഡ് ഒരു ഡീൽ. ഇതേപോലെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. അത് ഞാൻ കണ്ടെത്തണം. അതൊരിക്കലും സ്ഥാപനം തരുന്ന ഞാൻ പ്രതീക്ഷിക്കാൻ പാടില്ല. എൻ്റെ ഒരു കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊണ്ട് വരികയാണല്ലോ. ഞാൻ CNC 3 വർഷമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇറ്റ് ഹസ് സ്റ്റാർട്ടഡ് ടു ഗിവിംഗ് മീ ഫിനാൻസ് ബാക്ക്. പക്ഷെ അതുവരെ കുട്ടികളെ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ വളർത്തുന്ന പോലെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ വളർത്തേണ്ടതുണ്ട്. ഇതാണ് അത് വളരെ നല്ലൊരു പോയിന്റ് ആണ്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള സ്പെൻഡ് നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ അടുത്തൊരു ചലഞ്ച്, നമ്മളൊരു മാർക്കറ്റിംഗ് ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തോട്ടെ റിയാസ് ഭായ്. ഒരുപാട് പോയിന്റുകൾ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും കുറുക്കിക്കൊള്ളുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നമ്മൾ മാർക്കറ്റിംഗിൽ ചർച്ച ചെയ്യേണ്ട വിഷയമായതുകൊണ്ടാണ്. അജണ്ടാസ് ഉള്ളതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിംഗ് ദിസ്. ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ ഓരോ
ആൾക്കാർ നിങ്ങളെ മനസ്സിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അതിലേക്ക് ഉത്തരങ്ങളുണ്ട്, അതിലേക്ക് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഇതേപോലെ നമുക്ക് ചർച്ച ചെയ്ത് പഠിക്കാം കേട്ടോ. റിയാസ് ഭായി, ഞാനൊന്ന് വിത്ത് യുവർ പെർമിഷൻ ഞാൻ അടുത്തേക്ക് പൊക്കോട്ടെ? ഓ, തീർച്ചയായിട്ടും. 5:40 എൻഡ് ചെയ്തില്ലെങ്കിൽ സമയം എല്ലാവരും സമയം ഉള്ളതല്ല, അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് ദിസ്. ഓക്കെ. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറയാം. ആർക്കാണ് ഇത് ഏൽപ്പിക്കേണ്ടത്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വളരെ, കാരണം പലപ്പോഴും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് പറയാറുണ്ട് ഞങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തതല്ല. എപ്പോഴും ആ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യും. കാരണം അവർക്കേ അറിയുള്ളൂ നിങ്ങളുടെ ഓഡിയൻസിനെ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത്. മറ്റ് 3 മാസം അവർ മാർക്കറ്റ് പഠിക്കാൻ സ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ പൈസ വെച്ച് അവർ മാർക്കറ്റ് പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ ഫണ്ട് തീർന്നിട്ടുണ്ടാവും, റിസൾട്ട് ഇല്ലല്ലോ. അതുകൊണ്ട് യാതൊരു കാരണവശാലും അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 3 മാസത്തിലെങ്കിലും 3-4 മാസമെങ്കിലും അറിവുള്ള, കഴിവുള്ള, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. റിയാസ് ഭായി, ഓക്കെ, മനസ്സിലായി. ഞാൻ കണക്ട് ചെയ്യാൻ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ കണക്ട് ചെയ്താൽ നിങ്ങളുടെ നാട്ടിൽ ഇത് ചെയ്യുന്ന ആൾക്കാരുടെ അവരായിട്ട് കണക്ട് ചെയ്താലും മതിയോ? ഓക്കെ, ഫൈൻ. പിന്നുള്ളത് സ്ട്രോങ് ഓൾട്ടർനേറ്റീവ് റവന്യൂ സോഴ്സ് ആണ്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രം വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മറ്റൊരു റവന്യൂ സോഴ്സ് കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ സജഷൻ. അങ്ങനെ നിങ്ങൾ ഇതിന് മുകളിൽ ടൂ മച്ച് ഡിപ്പെൻഡൻ്റ് ആവില്ല. ഒരു സോഴ്സ് കൂടി എപ്പോഴും കണ്ടെത്തുവാണെങ്കിൽ നല്ലതായിരിക്കും. അത് നിങ്ങളുടെ സ്കിൽ ഏരിയ ബിൽഡ് ചെയ്തിട്ടാണെങ്കിലോ എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിലോ ഒരു 1-2 ഓൾട്ടർനേറ്റീവ് റവന്യൂ സ്ട്രീം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അസോസിയേഷൻസ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ 2 അസോസിയേഷൻസ് ഞാൻ സൈനപ്പ് ചെയ്യാൻ സഹായിച്ചു. ഒന്ന് അറിയപ്പെടുന്ന സൈലം എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവിടെ എൻ്റെ ക്ലയൻറ്റുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു. അവരുമായിട്ട് ഒരു അസോസിയേഷൻ ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പം നാളെ ഞാൻ കണ്ണൂർക്ക് ട്രാവൽ ചെയ്യുവാണ്. അവിടെ ഇതേപോലെ 2 വലിയ സ്ഥാപനങ്ങൾ തമ്മിൽ അസോസിയേറ്റ് ആവുകയാണ്. നമ്മൾ എന്തിനാ എല്ലാവരും പരസ്പരം കോമ്പീറ്റ് ചെയ്യണേ? നമുക്ക് പ്ലസ്, ഇപ്പം മനോജ് സാറിന് ഒരുപാട് പ്ലസ്സുകളുണ്ട്, ഷൈനി മിസ്സിന് ഒരുപാട് പ്ലസ്സുകളുണ്ട്, സുരേഷ് സാറിന് ഒരുപാട് പ്ലസ് ഉണ്ട്, അതേപോലെ ഷെരീഫ് ജിക്ക് ഒരുപാട് പ്ലസ് ഉണ്ട്. നമ്മൾ എല്ലാ പ്ലസ്സുകളും നമുക്ക് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ. കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി കുറേ കുട്ടികളെ പഠിച്ച് എന്തെങ്കിലും ജോലിയായി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എല്ലാം നമുക്ക് ഇതിലും ബെറ്റർ ബിസിനസ് ഒരുപാടുണ്ടല്ലോ. നമ്മൾ ഇതിൽ ഇപ്പോഴും നിൽക്കാനുള്ള റീസൺ നമ്മൾ ലൈഫുകൾ മാറ്റുക എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ്. അപ്പം നമുക്ക് പല ഏരിയാസും ഉണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനുള്ള. ഐ ബി റിയലി ഹാപ്പി ടു കണക്ട് യു ഓൾ ടുഗദർ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി തരാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം ഈ 2026 അങ്ങനെ ആവട്ടെ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും കോമ്പീറ്റ് ചെയ്യേണ്ട, പരമാവധി നമുക്ക് നല്ല നല്ല കണക്ഷൻസ് ഉണ്ടാക്കി നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അസോസിയേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. 2, എക്സ്പാൻഡ് ബിഫോർ. ഏറ്റവും വലിയ ചാലഞ്ച് ഇതാണ്. ഒരു സെൻറ്ററെ ലോസിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് 2ാമത്തെ സെൻറ്റർ തുടങ്ങാം. എന്താ പറയുക, പൊതുവെ ക്ഷീണിത, പിന്നെ തോന്നില്ലോ അതിനുമേൽ ഗർഭിണി എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട്. അല്ലെങ്കിൽ ആൾക്ക് എണീറ്റ് നടക്കാൻ വയ്യ, അവർ ഗർഭിണിയായാലും എങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് പലപ്പോഴും. ഇഫ് യുവർ സെൻറ്റർ ഇസ് എ ഹെഡ് ഏക്ക്, ഇഫ് യു ആർ എക്സ്പാൻഡിങ് യുവർ സെൻറ്റർ, യു ആർ എക്സ്പാൻഡിങ് യുവർ ഹെഡ് ഏക്ക്. നിങ്ങളുടെ സെൻറ്ററിൽ നിങ്ങൾക്ക് തലവേദന ആണെങ്കിൽ ഒരു കാരണവശാലും എക്സ്പാൻഷന് പോകരുത്. അത് ആര് പറഞ്ഞിട്ടാണെങ്കിലും ശരി. കാരണം നിങ്ങളെ നാളെ ചീത്തപ്പേരാവാനുള്ള പോസിബിലിറ്റി. നിങ്ങൾ ഫുള്ളി കോൺഫിഡൻ്റ് ആയി, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സെല് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് വരുമാനം വരുന്നുണ്ട്, നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നിങ്ങളുടെ സെൻറ്ററിൽ വരുമാനം വരുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്പാൻഷന് പോകുക. അല്ലെങ്കിൽ എക്സ്പാൻഷൻ, ഞാൻ ഒരു ഫ്രാഞ്ചൈസ് കൺസൾട്ടൻ്റ് എങ്കിൽ പോലും ഞാൻ പറയുന്നു നിങ്ങൾ ചെയ്യരുത്. ഒരാൾ പറഞ്ഞാലും ചെയ്യരുത്. കാരണം നിങ്ങൾ യു ആർ എക്സ്പാൻഡിങ് യുവർ ഹെഡ് ഏക്ക്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, ചെയ്യാതിരിക്കുക. അതേപോലെ ലോങ് ടേം വിഷൻ ഇല്ലാതിരിക്കുക. ലാക്ക് ഓഫ് റിസർച്ച് ആൻഡ് ലേണിംഗ്. ഞാൻ തോമസ് സാർ, എനിക്ക് വലിയ ഭാഗ്യമുണ്ടായി, ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാനിങ്ങനെ സ്ക്രീനിൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ തിരിച്ച് സ്ക്രീൻ ആക്കുന്നത്. ഓക്കെ, ലാക്ക് ഓഫ് റിസർച്ച് ആൻഡ് ലേണിംഗ്. ഞാൻ തോമസ് സർ NIFE ഫൗണ്ടറാണ്. അദ്ദേഹത്തിനോട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. അപ്പം അദ്ദേഹത്തിന് ഓഫീസ് ടൈം കഴിഞ്ഞ് മുഴുവൻ സമയവും ചെയ്യുന്നത് എന്താണെന്ന് അറിയാം, ഏറ്റവും കൂടുതൽ ജോലികൾ എവിടേക്കാണെന്ന് കണ്ടെത്തുകയാണ്. ഓക്കെ, IBS അക്കാഡമി റീസെൻ്റ്ലി ചെയ്തത് അവരൊരു വലിയൊരു ജോബിൻ്റെ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് എംപ്ലോയേഴ്സിനെ കയറ്റിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ പുതിയ ട്രെൻഡ്, ലേറ്റസ്റ്റ് ട്രെൻഡുകളാണ് പറയുന്നത് കേട്ടോ. എന്തിനാ അതൊക്കെ ചെയ്യണേ? എവിടെയാണോ ജോലി എന്ന് ഐഡന്റിഫൈ ചെയ്ത് കുട്ടികൾക്ക് പ്ലേസ്മെന്റ് അഷ്വറൻസ് കൊടുക്കാവുന്ന പ്രോഗ്രാംസ് ആണ് ഇവരെല്ലാവരും ചെയ്യാൻ വേണ്ടി പോണത്. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് ചെയ്യാവുന്ന കോഴ്സുകൾ ചെയ്യുവാണോ ചെയ്യുന്നത്? ആസ്ക് യുവർ സെൽഫ് കേട്ടോ. നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ലീഡേഴ്സ് ആർ ഓൾവേസ് ലേണിംഗ് ആൻഡ് റിസർച്ച് ഇസ് ദെയർ സ്ട്രെങ്ത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും റിസർച്ച് ഓർഗനൈസേഷൻ ആണ്, ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ല. ഓക്കെ, so 2026 can be a year of abundance if and only if we are proactive, we are knowledgeable, we are inclusive and really compassionate. Very important. നമ്മൾ അറിവുള്ളവരായിരിക്കുക,
എത്ര ആൾക്കാരെ നമുക്ക് കൂട്ടിപ്പിടിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അത്രയും ആൾക്കാരെ കൂട്ടിപ്പിടിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ എക്സ്പീരിയൻസസ് കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത റിസൾട്ടുകളും വരാം, ചാലഞ്ചസും വരാം. പ്ലസ് യു വിൽ ബി മോർ വൈസ്. അതുകൊണ്ട് പ്ലീസ് ഡു ദിസ്. ചെയ്യേണ്ട മറ്റ് 2-3 കാര്യങ്ങൾ, ഒന്ന് ഇതാണ്, സെറ്റ് എ റവന്യൂ ടാർഗറ്റ്. 2026 ഞങ്ങളുടെ ലക്ഷ്യം ആസ് എൻ ഓർഗനൈസേഷൻ, നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഓർഗനൈസേഷനിൽ എല്ലാവർക്കും അറിയാം. വി ഹാവ് ഓപ്പൺലി ഡിക്ലെയർഡ് ഇറ്റ്. കഴിഞ്ഞ 23-ാം തീയതി ഞങ്ങളുടെ മീറ്റിംഗ്, അന്ന് നമ്മൾ എല്ലാവർക്കും കൃത്യമായ റവന്യൂ ടാർഗറ്റ് 2026 നമ്മൾ എടുത്തുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും, എൻ്റെ ടീമിലുള്ള ഓരോ ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാം. എൻ്റെ ചോദ്യം ഇതാണ്, ആ റവന്യൂ ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ 2025 നിങ്ങളെ റവന്യൂ ടാർഗറ്റ്, റവന്യൂ അച്ചീവ്മെന്റ് നോക്കി അതിന് മുകളിൽ 20% മിനിമം ഗ്രോത്ത് വെച്ചിട്ട് വേണം ഈ വർഷത്തെ റവന്യൂ ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? എവ്രി വൺ ക്ലിയർ ആണോ? പ്ലീസ് ഒന്ന് പറയാമോ? ക്ലിയർ? വെരി ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ചിന്തിക്കണ്ട. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, വൈ ആൻഡ് ഹൗ ഓട്ടോമാറ്റിക്കലി കംസ്. ഇപ്പം തൽക്കാലം വോട്ട് ചിന്തിക്കും, വൈ ഓട്ടോമാറ്റിക് വന്നോളൂ. വൈ അറിയാം, നമുക്ക് എന്തുകൊണ്ട് ഫണ്ട് കൂടുതൽ കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് വാട്ട് ഇസ് യുവർ റവന്യൂ. 2, ബി ആക്റ്റീവ് ഓൺലൈൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റേഴ്സ് ആണ്. നിങ്ങളെല്ലാവരും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റാഫിനെ ഏൽപ്പിക്കുക അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസസ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആണോ? റിസർച്ച് യുവർ മാർക്കറ്റ് ആൻഡ് സ്പെൻഡ് മോർ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരു ക്വസ്റ്റ്യനും ഇല്ല, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് റിസർച്ച് ചെയ്ത് വേണം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടീമിന് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. സിസ്റ്റം നിർബന്ധമായിട്ടും ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് നിങ്ങളെ ഓർഗനൈസേഷനിലെ ഓപ്പറേഷൻസ്, എസ്പെഷ്യലി അക്കാഡമിക്സ്, HR, പ്ലേസ്മെന്റ് വിങ്ങിന് എന്തെങ്കിലും സിസ്റ്റം ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, സപ്പോർട്ട് വേണമെങ്കിൽ, വി ആർ ഓൾവേസ് ഹിയർ ടു സപ്പോർട്ട്. നമുക്ക് അതിനുള്ള സിസ്റ്റംസ് ഉണ്ട്. 2-3 മാസം കൊണ്ട് നമുക്ക് സിസ്റ്റം ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളത് ഫോളോ ചെയ്താൽ മാത്രം മതി. അങ്ങനത്തെ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. പ്ലീസ് ഡു ടേക്ക് ഇറ്റ്. അതേപോലെ ഓപ്പൺ ആയിട്ട് കൊളാബറേഷൻസ് നിങ്ങൾ കുറച്ചുകൂടി ഓപ്പൺ ആവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ റിയാസ് ഭായ് സംസാരിച്ചു. ഇദ്ദേഹം ചെയ്യുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഏരിയ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ കൊളാബറേഷൻസ് ഉണ്ടാവും. നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് മെനക്കെടേണ്ടി വരില്ല. അപ്പം ഞാൻ ചെയ്ത 2-3 അസോസിയേഷൻസ് മുഴുവൻ ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. അവർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മോണ്ടിസോറിയും ആണ്. പക്ഷേ ഇവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയുന്ന ഒരാളെ കണക്ട് ചെയ്ത് കൊടുക്കും. ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഡേ 1 മുതൽ അത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പം ഇതേപോലെ നല്ല കൊളാബറേഷൻസ് നിങ്ങൾ 2026 നിങ്ങളെ ഉന്നതങ്ങളിൽ എത്തിക്കുന്നത് 100% ഉറപ്പാണ്. ചാലഞ്ചസ് ഉണ്ടാവും. നമ്മൾ പലപ്പോഴും നമ്മളെ സ്ഥാപനത്തിൽ മുതലാളിയിട്ടിരിക്കുന്ന ആളായിരിക്കും. വേറൊരു മുതലാളിയിട്ട് ഇടപെടാൻ നമ്മളെ ഈഗോ സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ മാറ്റി വെച്ചിട്ട്, കാരണം ഈഗോ വുഡിൻ ഫീഡ് യുവർ ഫാമിലി, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഓൺലി ഫിനാൻസസ് ഡു. അതുകൊണ്ട് നമ്മുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ച് നമ്മളെ തുല്യരായിട്ട് നമ്മൾ മറ്റൊരാളെ കാണുവാണെങ്കിൽ നമുക്ക് ഒരുപാട് മേഖലകളുണ്ട് ഒരുമിച്ച് ഉയർന്ന് പറക്കാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ള. അതേപോലെ 2 സജഷൻ ഉള്ളത്, നിങ്ങളുടെ നെറ്റ്വർക്ക് ഇംപ്രൂവ് ചെയ്യുന്നത്. കാരണം ഇൻ ബിസിനസ് യുവർ നെറ്റ് വർക്ക് ഇസ് യുവർ നെറ്റ് വർത്ത് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ നെറ്റ്വർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിൽ അക്കാഡമിക് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ ലിങ്കും കാര്യങ്ങൾ അയച്ചിട്ടില്ല. നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതിലൊന്നും ഒരു ഇടനിലക്കാരെ ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. അതേപോലെ ISTD എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റീസെൻ്റ്ലി മെമ്പർഷിപ്പ് എടുത്തൊരു സ്ഥാപനമാണ്. ഒരുപാട് എന്താ പറയുക, ഉന്നതന്മാരുള്ളൊരു ഓർഗനൈസേഷനാണ്. നിങ്ങൾക്ക് ഒരുപാട് ലോകം നമുക്ക് കണ്ട ആൾക്കാർ നമ്മളോട് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻസൈറ്റ് കിട്ടുകയാണ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ 2 സ്ഥാപനങ്ങൾ നിങ്ങൾ വേണം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ആസ് എൻ അക്കാഡമി നിങ്ങൾ നിർബന്ധമായിട്ടും കണക്ട് ചെയ്യേണ്ട സ്ഥാപനങ്ങളാണ്. ഇവിടെയൊക്കെ എന്തെങ്കിലും കണക്ഷൻസ് വേണം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. ഇതൊന്നും ബിസിനസ് ഇൻട്രസ്റ്റിൽ പറയുന്നതല്ല, കാരണം ഇതിലിരിക്കുന്ന ഒരു 90% ആൾക്കാരും എൻ്റെ ക്ലയൻസ് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റിൽ പറയുന്നതാണ്. അതേപോലെ നിർബന്ധമായിട്ട് ഓൺലൈൻ ക്ലാസ്സസ് LMS സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇനി അങ്ങോട്ട് ഓൺലൈൻ ലേണിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് ഞാൻ ഒരു 4 വർഷം മുൻപ്, ഞാൻ ജിടെക് ഇറങ്ങുന്നതിന് മുൻപ്, ഒരു 6-7 വർഷം മുൻപ് ഞാൻ പറയാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും അതില്ലാത്തതിൻ്റെ ചലഞ്ചസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കമ്പൈൻഡ് ആയിട്ടിരിക്കുന്ന എല്ലാവരുടെയും വരുമാനത്തേക്കാൾ വരുമാനം ഉണ്ടാക്കുന്ന ഓൺലൈൻ സ്ഥാപനങ്ങളുണ്ട്, 6-7 സ്റ്റാഫിനെ വെച്ചിട്ട്. ഓക്കെ, വിത്ത് ഡാറ്റ ഐ ക്യാൻ പ്രൂവ് ദിസ്. അതുകൊണ്ട് പറയുന്നു, ഓൺലൈൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ ഒരുപാട് ഫ്രീ സോഫ്റ്റ്വെയർ, ഓൺലൈൻ സോഫ്റ്റ്വെയർ ഒക്കെ അവൈലബിൾ ആണ്. ഏതൊന്നും വാങ്ങുക, അതിലേക്ക് LMS ഇപ്പോഴേ കോഴ്സും എല്ലാം 2026 ആകുമ്പോഴേക്കും, അവസാനം ആകുമ്പോഴേക്കും, നമ്മളിങ്ങനെ ഇതേപോലെ ചർച്ച ചെയ്യുന്ന സമയത്ത് ദൈവം സഹായിച്ച് ഇൻഷാ അല്ലാ നമ്മൾ ജീവനോടൊക്കെ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ ഡിസംബറിൽ ഇതേപോലെ റിവ്യൂ ഇരിക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് പറയേണ്ട ഒരു അച്ചീവ്മെന്റ് നിങ്ങൾ LMS ലോഞ്ച് ചെയ്തു എന്നുള്ളതായിരിക്കണം. ഓക്കെ അല്ലേ? എല്ലാവർക്കും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു ദിവസം
എൻ്റെ ഒരു സജഷൻ, ഈ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസം, അത് ഡിസംബർ 31 ഇനി അതല്ല ജനുവരി ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ജനുവരി 10 മുൻപായിട്ട് നിങ്ങൾ 2026 എങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അതിൽ നിങ്ങളുടെ കുടുംബം ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ആരോഗ്യം ഉണ്ടായിരിക്കണം, പഠിക്കാനുള്ളത് ഉണ്ടായിരിക്കണം. എനിക്ക് 2 കോഴ്സാണ് ഈ വർഷം ഞാൻ ഫിനിഷ് ഓഫ് ചെയ്യാൻ എഴുതി വെച്ചേക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനുള്ളതും അപ്ഗ്രേഡ് ചെയ്യാനുള്ള സംഭവം ഉണ്ടായിരിക്കണം. ലീഡർഷിപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അൾട്ടിമേറ്റ്ലി ഒരു സ്ഥാപനം നടത്തുക എന്നുള്ള ലീഡർഷിപ്പാണ്. നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ആൾക്കാർ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. സിസ്റ്റം ബിൽഡിങ്ങിന്, അതേപോലെ മാർക്കറ്റിംഗ് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിന് കൂടുതൽ വാല്യൂഡിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫണ്ടിന് വേണ്ടിയൊക്കെ നമ്മൾ ഈ വർഷം കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോഴേ കലണ്ടർ ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കലണ്ടർ ബ്ലോക്കിംഗ് ഇസ് എൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. ഞാൻ ഇന്നും എത്രയോ ഇപ്പോൾ എനിക്ക് 4-5 വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ കലണ്ടർ ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഇതെൻ്റെ കലണ്ടറാണ്. 2025 മുതൽ ഇപ്പോൾ ഏത് മാസം നോക്കിയാൽ ഇതേപോലെ കാണാൻ പറ്റും. കൃത്യമായിട്ടും എൻ്റെ ഡേയ്സും ടൈമും ബ്ലോക്ക്ഡ് ആണ്. കാരണം പലപ്പോഴും ഇത് നമുക്ക് ഒരുപാട് ഫ്രീഡം തരും. അപ്പം ഇന്ന് ഈ ക്ലാസ് ഉണ്ടെന്ന് എനിക്ക് എത്രയോ മുമ്പ് അറിയാലോ. അപ്പം നിൻ്റെ കലണ്ടർ ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും നല്ലൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യും. ഇതിനെല്ലാത്തിനും ഈ ഫാമിലിക്കും ഹെൽത്തിനും ഒക്കെ ഇതേപോലെ കലണ്ടേഴ്സും അലാംസും ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഈ വർഷം നിങ്ങൾക്ക് ചെയ്യാൻ നല്ലൊരു ഹാബിറ്റാണ്. എനിക്കറിയാം എന്നേക്കാൾ മുൻപ് ചിലപ്പോൾ എൻ്റെ പ്രായത്തിനനുസരിച്ച് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എൻ്റെ കൂടെ. അവർക്കതൊരു റിമൈൻഡർ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള പാതയാണെന്ന് കാണിക്കുന്ന ഒരു സിഗ്നൽ ആയിക്കോട്ടെ. ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ഈ വർഷം മുതൽ നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട്, 2026 മുതൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ പ്ലാൻ ചെയ്യും. ഓക്കെ, സോ ലെറ്റ് us ഓൾ ഈ ഒരു വർഷം നല്ലൊരു വൈബ്രന്റ് ഇയർ ആയി മാറട്ടെ. ഒരുപാട് കഥകൾ, നമ്മുടെ തോൽവികളുടെയും നമ്മുടെ ജയങ്ങളുടെയും എല്ലാം പറയാനുള്ള നല്ല സ്റ്റോറി ഉള്ള ഒരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ഒരുപാട് സർവീസസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വി ആർ ഓൾ ഹിയർ ടു സപ്പോർട്ട്. നമ്മുടെ സിമുലേഷൻസ്, സർട്ടിഫിക്കേഷൻസ്, സ്റ്റാഫ് ട്രെയിനിങ്, കൺസൾട്ടിങ്, കൊളാബറേഷൻസ്, കോംപ്ലിമെന്ററി ബിസിനസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മുടെ ടീം തുറന്ന മനസ്സോടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിപ്പുണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് വരെ സ്റ്റേ ബാക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അമിത, സെമിയ, ദിവ്യ മാഡം എല്ലാവരും നോട്ട് ചെയ്യണേ. ഇതിലിരിക്കുന്ന 10 പേർക്ക് ഐ വോണ്ട് ടു ഗിവ് 30 minutes 1-to-1 കൺസൾട്ടിങ്. ഞാൻ 2026 എൻ്റെ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ആയിട്ട് ഒരു 10 പേർക്ക് ഞാൻ ഫ്രീ കൺസൾട്ടിങ് 30 minutes ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രോബ്ലംസ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. 30 മിനിറ്റ് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം. നോർമലി ഞാൻ ചാർജ് ചെയ്യുന്ന ഒരു അവറിന് 1500-2500 ആണ് ബേസ്ഡ് ഓൺ ദി പ്രോബ്ലം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. വിട്ടിരിക്കുന്ന 10 പേർക്ക് നിങ്ങളെ വിളിച്ച ആൾ സംസാരിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ടൈം ബ്ലോക്ക് ചെയ്തു. അതേപോലെ ഈ studyaccounts.com ഡൈസ് ഗ്ലോബലിൻ്റെ പാർട്ട്നേഴ്സ് അല്ലാത്തവർക്ക് നമ്മളൊരു ഫ്രീ ഡെമോ 5 days ട്രയലൊക്കെ അവൈലബിൾ ആണ്. ഇതേപോലെ നിങ്ങൾക്ക് മറ്റൊരു കാര്യമുള്ള ഡെയിലി പ്ലാനറാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് 2-3 വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ഒരു കലണ്ടർ ഉണ്ട്. ഞാനതിന് പറയാറുള്ളത് എൻ്റെ പ്രൊഫഷണൽ കോച്ചിങ് ഡയറി, PCD എന്നാണ് പറയാറുള്ളത്. പ്രൊഫഷണൽ കോച്ചിങ് ഡയറി നിങ്ങൾക്ക് അയച്ചു തരാം. എൻ്റെ ഒരു വീഡിയോ കൂടെ അയച്ചു തരാം എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ ഈ വർഷം നല്ലൊരു ശാന്തിയുടെ, സന്തോഷത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, എബണ്ടൻസിൻ്റെ, ലവ്, കണ്ടൻമെൻറ്റ്, ബ്ലിസ് എല്ലാം ഉള്ളൊരു വർഷമായി മാറട്ടെ എന്ന് ഞാനും എൻ്റെ ടീമും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻറ്റ് ലിസ്ണിംഗ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എൻ്റെ ടീമിൽ 3 പേരുണ്ട്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ? എല്ലാവരും 3 പേരൊന്ന്. ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അമിത എന്നാണ്. ഹായ് സർ, എൻ്റെ പേര് ദിവ്യ. ഫെബിൻ മാം, മാം എന്തോ പറയാൻ തുടങ്ങിയിരുന്നു. സാറ് പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഒന്നും കൂടി ഒന്ന് കാണിച്ചു. ആൻഡ് ബിഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു ആ മിസ്റ്റേക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു സാറ്. അത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നും കൂടി അതൊന്ന് കാണിക്കുകയോ ചോദിക്കാൻ ആ ഒരു സ്ലൈഡ്. എന്തായിരുന്നു മാഡം? ഒരു സ്ലൈഡ് സാറ് കാണിച്ചിട്ട് നിങ്ങൾ ആ മിസ്റ്റേക്ക് ചെയ്യരുത്, എക്സ്പാൻഡ് ചെയ്യരുത്, പിന്നെ നിങ്ങള് എന്തോ കാണിച്ചിരുന്നു. അത് എനിക്ക് മിസ്സായി പോയി ആ ഒരു ഭാഗം. ഞാൻ വേറെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് മിനിമം ഒരു വർഷമെങ്കിലും നിങ്ങൾ നഷ്ടത്തിൽ പോകാതെ ലാഭത്തിലായി നിങ്ങളെ ഡിപ്പെൻഡന്റ് അല്ലാതെ ബിസിനസ് റൺ ചെയ്യുന്ന ഒരു സമയം വരെ നിങ്ങൾ ഒരു കാരണവശാലും എക്സ്പാൻഷന് പോകരുത്. പോയാൽ അത് ദാറ്റ് ക്യാൻ ബി എ വെരി ബിഗ് പെയിൻ. നിങ്ങൾക്കത് ഏറ്റവും വലിയ ചലഞ്ച് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെൽക്കം മാഡം. ഓക്കെ, അപ്പൊ നമ്മുടെ ടീമിൽ 3 പേര്. സെമിയ സംസാരിച്ചോ? സെമി are you there? ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ. 1-2 ആൾക്കാരുടെ ഫീഡ്ബാക്ക് കേട്ടിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് 1-2 ആൾക്കാർ സംസാരിക്കാമോ പ്ലീസ്? സർ, ഞാൻ ഫസ്റ്റ് ഫീഡ്ബാക്ക് പറയാം. എനിക്ക് ഒന്ന് ഇറങ്ങാൻ വേഗമുണ്ട്.
ഞാൻ ഇത് ഫുള്ള് ഞാൻ കേട്ടു. ഞാൻ സാർ പറഞ്ഞത് മുഴുവൻ എഴുതിയെടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല വാല്യൂബിൾ ആയി. കാരണം കലണ്ടർ ബ്ലോക്കിംഗ് ഞാൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അത് എനിക്ക് ഇന്ന് ഞാൻ ചെയ്യും അത്. താങ്ക് യു വെരി മച്ച്. പിന്നെ HR സിസ്റ്റം ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറ് പറഞ്ഞപ്പോൾ അത് കൂടുതൽ അതെനിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം HR സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ സാലറി പേയ്മെന്റ് ഒക്കെ ഭയങ്കര ഒരു പ്രയാസമായിട്ട് ഇടക്ക് വരുന്നു. അതൊരു ഭയങ്കര ചാലഞ്ചിങ് ആണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം അത് സാറ് പറഞ്ഞത് ഞാൻ കറക്റ്റായിട്ട് അത് ഈ ഒരു മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ HR സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെ കൊളാബറേറ്റ് ചെയ്യുന്നത് അത് എന്തായാലും വേണം നമുക്ക്. കൊളാബറേഷൻ സാറ് പറഞ്ഞല്ലോ MTTCൻ്റെത്, അത് ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരുപാട് പെയിന് കുറഞ്ഞു കിട്ടും അതിന്. അത് ഈവൻ നമുക്ക് പ്രോഫിറ്റ് കുറവാണെങ്കിൽ പോലും നമ്മളെ പേര് എപ്പോഴും നിലനിൽക്കും മാർക്കറ്റിൽ. അപ്പം അതുകൊണ്ട് തന്നെ കൊളാബറേഷൻ ആണ് കൂടുതൽ. വലിയ വലിയ കാര്യങ്ങൾക്ക് കൊളാബറേഷൻ ആണ് ഏറ്റവും നല്ല മെത്തേഡ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സാറിനെ ഞാൻ കോൺടാക്ട് ചെയ്യും. എനിക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി ദിവ്യന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും LMS ആ ഒരു ലേണിംഗ് മെത്തേഡിലേക്ക് കൂടുതലായിട്ട് ഞാൻ വേഗത്തിൽ കടന്നു വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ്. ഓക്കെ, നമസ്കാരം. 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 എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. നല്ല സാറ് വളരെ എനർജി ലെവലിൽ ഈവനിങ് ആണ്, നമുക്കറിയാം എനർജി ലോസ് ആണ് സമയമാണ്. തീർച്ചയായിട്ടും നല്ലൊരു ലെവലിലുള്ള നമുക്കെല്ലാം ആവശ്യമുള്ള കണ്ടന്റ് ബേസ് ചെയ്തുള്ള പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ എന്തായാലും 2026 സാറുടെ മോട്ടിവേഷൻ ഞങ്ങൾക്ക് എന്തായാലും പ്രചോദനമാകും, യാതൊരു സംശയവും ഇല്ല. എൻ്റെ ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം ചില കോഴ്സുകൾക്ക് നല്ല അഡ്മിഷൻ ഉണ്ടായിരിക്കും, ചില കോഴ്സുകൾക്ക് വളരെ വീക്കായിട്ടാണ് പോകുന്നത്. അപ്പൊ എന്റെ ചോദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നല്ല അഡ്മിഷൻ ഉള്ള കോഴ്സിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണോ അതോ വീക്കിനെ മുന്നോട്ടേക്ക് വെക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണോ എന്നുള്ള ചെറിയൊരു അഭിപ്രായം. ഓക്കെ, താങ്ക് യു സാർ. ഓ, താങ്ക് യു ജി. വളരെ സന്തോഷമുള്ള കണ്ടതല്ലേ. റൂട്രോണിക്സിന്റെ എനിക്കൊന്ന് ഏറ്റവും നല്ല സെന്ററുകൾ, കേരളത്തിലെ ഏറ്റവും മികച്ച സെന്റർ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് ഇരിക്കുന്നത്. സോ ഹാപ്പി ടു മീറ്റ് യു. എൻ്റെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് പ്രഷ്യസ് ക്ലയൻ്റ് ആണ്. മോർ ദൻ എ ക്ലയൻറ്റ്, എൻ്റെ പാർട്ട്ണറാണ്. താങ്ക് യു സോ മച്ച് ജി. ഓക്കെ, ഇതിൽ ഞാനിത് ഈ സെഷൻ ഒഫീഷ്യലി ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും തിരക്കുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി ക്വസ്റ്റ്യൻസിനുള്ള സെഷൻ മാത്രമാണ്. 6 മണി വരെ ഞങ്ങൾ ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യും, ക്വസ്റ്റ്യൻ ആൻസർ മാത്രം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തിരക്കുള്ളവർ ആരുണ്ടെങ്കിലും ഇറങ്ങിപ്പോകാം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഇനിയും നിങ്ങളെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു, നേരിട്ട് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സ്റ്റാഫിൻ്റെ ഒക്കെ ട്രെയിനിങ് നമുക്ക് ഒരുമിച്ചൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൊച്ചിയിലോ ട്രിവാൻഡ്രത്തൊക്കെയാണ് ഞാൻ വരാം. നമുക്ക് സ്റ്റാഫിന് ട്രെയിനിങ് ഒക്കെ അറേഞ്ച് ചെയ്യാം. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും തരാൻ തയ്യാറാണ്. എൻ്റെ ലൈഫിൽ ലക്ഷ്യം തന്നെ അതാണ്. സോ ഹാപ്പി ടു ബി ഹിയർ, സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ. അപ്പോൾ ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം കേട്ടോ, ആർക്കെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ ഇറങ്ങാം കേട്ടോ. ഓക്കെ, സോ ഷമീർ ജി, ഇതിനുള്ള ആൻസർ ഇതാണ്. നമുക്ക് നോർമലി പ്രൊഡക്റ്റിന് നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. സ്റ്റാർ പ്രൊഡക്റ്റ് എന്ന് പറയും. സ്റ്റാർ പ്രൊഡക്റ്റ് ഉണ്ട്, കൗ പ്രൊഡക്റ്റ് ഉണ്ട്, ഡോഗ് പ്രൊഡക്റ്റ് ഉണ്ട്, പേൾ പ്രൊഡക്റ്റ് ഉണ്ട്. അതിന് പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ സ്റ്റാർ പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പൊതുവേ നാളെ നമുക്ക് പ്രതീക്ഷയുള്ള കോഴ്സാണ്, പക്ഷെ ഇന്ന് അഡ്മിഷൻ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT സെക്യൂരിറ്റി, ഡാറ്റ അനാലിറ്റിക്സ്, AI, ഇതിനൊന്നും ഇന്ന് പലപ്പോഴും അത്ര അഡ്മിഷൻ ഉണ്ടായിക്കോളണം നിർബന്ധമില്ല. അത് സ്റ്റാർ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അത് സ്റ്റാർ പ്രൊഡക്റ്റ് നാളെ നമുക്ക് ഇന്ന് നമുക്ക് സ്റ്റാറാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പക്ഷെ നാളെ നമുക്കത് കൗവായിട്ട് മാറും. അതാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ്. കൗ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്ന കോഴ്സ്. പക്ഷെ കൗ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, മാക്സിമം നമ്മൾ കറവെടുക്കുന്ന സമയമാണ്. ഇതാണ് നമുക്ക് വരുമാനം തരുന്ന സാധനം. ഇതിനൊരു ചലഞ്ച് എന്താ, ഈ പശുവിൻ്റെ കറവ പറ്റും, അന്ന് നമുക്ക് വരുമാനം. ഈ സ്റ്റാറാണ് കൗവായിട്ട് മാറുക. അതുകൊണ്ട് നിങ്ങളുടെ 60% റവന്യൂ എക്സ്പെൻസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് കൗവിൻ്റെ മുകളിലും 30% നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റാറിൻ്റെ മുകളിലുമാണ്. അപ്പോൾ സ്റ്റാർ മെല്ലെ വളർന്നില്ലെങ്കിൽ സ്റ്റാർ തളർന്നു പോകും, സ്റ്റാർ വളരില്ല. അതുകൊണ്ട് സ്റ്റാറിൻ്റെ മുകളിൽ 30%, 60% നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ കൗവിൻ്റെ മുകളിലും ആയിരിക്കണം. കാരണം ഉള്ള വരുമാനം സ്റ്റോപ്പ് ആകാൻ പാടില്ല. ഉള്ള വരുമാനം നിലനിർത്തി സ്റ്റാറിനെ നമ്മൾ ഗ്രാജുവലി ബിൽഡ് ചെയ്ത് വരണം. ഓക്കെ, നമ്മൾ മക്കളെ വളർത്തുന്ന പോലെയാണത്, ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരണം. ഡോഗ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന് വെറുതെ കുറച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, അതിനെക്കൊണ്ട് ഒരു ഗുണമില്ല. കിൽ ദ ഡോഗ് എന്നാണ് പറയാം. കിൽ ദ ഡോഗ്. വളരെ ചെറിയ പ്രോഗ്രാംസ്, MS ഓഫീസ്, DCA, PGDCA പോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഉണ്ട്. അതിന് മുകളിൽ അധികം സ്പെൻഡ് 10% മാർക്കറ്റിംഗ് ബഡ്ജറ്റ് അതിലേക്ക് മാറ്റി വയ്ക്കും. വേറെ ഒരു പ്രൊഡക്റ്റ് നഷ്ടം വരുന്ന ഒരു പ്രൊഡക്റ്റിലേക്കും നിങ്ങൾ അതിനെ കൊണ്ട് ചെറിയൊരു ഗുണമുണ്ട്, അറ്റ്ലീസ്റ്റ് ഇറ്റ് വിൽ ഗാർഡ്. പക്ഷേ ഇത് കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഫോർവേഡ് ഇറ്റ്സ് നെയിം, പിന്നെ വരുന്ന പ്രൊഡക്റ്റിന് നമ്മൾ ഒരിക്കലും സ്പെൻഡ് ചെയ്യരുത്. കാരണം അത് നിങ്ങളുടെ ബ്ലീഡിംഗ് ആണ്, ബ്ലീഡിംഗ് സോണാണ്. ബ്ലീഡിങ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇതേപോലെ സ്റ്റാഫിലും ഉണ്ട് കേട്ടോ, ഇതേപോലെ കാറ്റഗറി സ്റ്റാഫിലും ഉണ്ട്. പക്ഷേ ബേസിക്കലി പ്രൊഡക്റ്റിൻ്റെ കേസിൽ ഇങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെൻറ്ററിൽ സംസാരിക്കുന്ന മെൻറ്ററിങ് ഞാൻ ചെയ്യുന്ന സ്ഥാപനം, അവരോട് സംസാരിച്ച ഒരു കാര്യം ഇതാണ്, നിങ്ങൾ നിർത്താൻ പോകുന്ന 10 കോഴ്സുകളുടെ പേര് പറയുമെന്നാണ് പറഞ്ഞത്. കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ എനർജി അതിലേക്കും പോയി പോകുന്നുണ്ട്.
ഒട്ടും ഗുണമില്ലാത്ത പ്രോഗ്രാംസ് കഴിയുന്നതും നിർത്തുക എന്നുള്ളത് വളരെ നല്ല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. അത് പ്രൊഡക്റ്റീവ് അല്ലാത്ത സ്റ്റാഫ്സിനെ പറഞ്ഞു വിടുക, ഇതൊക്കെ വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. ഇവർ പോയാലേ ബാക്കിയുള്ള സ്റ്റാഫ് നന്നാവുള്ളൂ, അതാണ് പ്രോബ്ലം. ഓക്കെ, ഷമീർജി ഒരു ബേസിക് ഔട്ട്ലൈൻ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. മറ്റൊന്നും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാമേ, നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്. ദേവ് സാർ, ഓ കിരൺ, നിങ്ങൾ ലേറ്റ് ആയോ കയറാന്? ഞാനൊരു അരമണിക്കൂർ 20 മിനിറ്റ് ലേറ്റ് ആയി. ശരി ശരി, ഓക്കെ. സാർ, ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓ വെൽക്കം വെൽക്കം. സാർ, ഞാൻ ഇങ്ങനെ ഒരു പ്ലാനിൽ നിന്നപ്പോഴാണ് സാറിന് ഇന്നത്തെ കാര്യം പറഞ്ഞത്. അതായത് നമ്മൾ റവന്യൂ നോക്കിയിട്ട് വേണം എക്സ്പാൻഡ് ചെയ്യാൻ, നമുക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാവുള്ളൂ എന്നുള്ളൊരു പോയിന്റ് സാർ പറഞ്ഞായിരുന്നു. അതെ, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പാൻഷൻ്റെ ഒരു വക്കിൽ നിൽക്കുമായിരുന്നു. ഓക്കെ. അതായത് നിലവിൽ ഇപ്പൊ എനിക്ക് സാറിന് അറിയാൻ തോന്നുന്നു, ഞാൻ ഓൾറെഡി സാറിന് പറഞ്ഞിരുന്നു, ഞാൻ അരൂരും കൂടെ ഒരു ബ്രാഞ്ച് തുടങ്ങി സാർ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പൊ നിലവിലേക്ക് 2 ബ്രാഞ്ചാണുള്ളത്, ഒന്ന് കുത്തിയതോട്, ഒന്ന് അരൂര്. അതെ. സോ അരൂര് എനിക്ക് ഗ്രോത്ത് ഉണ്ട്, ബട്ട് അഗൈൻ എനിക്ക് കുത്തിയോളിൽ എനിക്ക് ഗ്രോത്ത് ഇല്ല. അപ്പൊ ഞാൻ വേറൊരു പ്രൈം ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് ഇങ്ങനെ ഒരു ആലോചന നിൽക്കുമായിരുന്നു. സോ അത് ഷിഫ്റ്റ് ചെയ്യണോ, അതല്ലെങ്കിൽ ഒരു ബ്രാഞ്ചായിട്ട് പുതിയ ആ ഒരു ലൊക്കേഷൻ തുടങ്ങണോ എന്നുള്ളതായിരുന്നു ഇങ്ങനെ സാറിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ ഒരു ഡൗട്ട്, അതാണ് ചോദിച്ചത്. ഓക്കെ, ഇതിൽ ബേസിക്കലി അതിൽ ഒരു ശരിയുത്തരം തെറ്റുത്തരങ്ങളില്ല കേട്ടോ, ശരി തെറ്റുകളില്ല. പക്ഷെ നമ്മളത് കോമൺ സെൻസ് ഉപയോഗിച്ച് കുറച്ച് സെൻസിബിൾ ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ സെന്റർ ഒന്ന് ലാഭത്തിലാണെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്താൽ കൂടുതൽ ലാഭം കിട്ടുമോ എന്ന് നോക്കാം. അത് നമ്മൾ 100% ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഒരു സെന്റർ, ലാഭമുള്ള സെന്റർ 100% നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അതിലേക്ക് കൊടുക്കുക. ഇപ്പോഴുള്ള സെന്റർ മാക്സിമം ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ അത് 5 ലക്ഷമാണ്, 10 ലക്ഷം എങ്ങനെ ആക്കാൻ പറ്റും നിങ്ങൾ നോക്കുക. കാരണം അവിടെ ഓൾറെഡി റണ്ണിങ് ആണ്, ഇത് സ്പീഡാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഒരു 30-40% എഫർട്ട് അതിലിട്ടാൽ അത് റൺ ചെയ്തോളൂ. നഷ്ടമുള്ള മേഖലകളാണെങ്കിൽ എന്തുകൊണ്ട് നഷ്ടമെന്ന് പഠിച്ചതിന് ശേഷം ഷിഫ്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്താണോ നോക്കിയിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം എൻ്റെ തന്നെ സുഹൃത്തോട് ഇരിക്കുന്ന പേര് പറയുന്നില്ല, അദ്ദേഹം ലൊക്കേഷൻ മോശമായതുകൊണ്ട് മാത്രം സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ലൊക്കേഷൻ, കാരണം നമ്മൾ റീറ്റെയിലിൻ്റെ അകത്ത് മറ്റേ വിദ്യാബാലൻ പറഞ്ഞിട്ടുള്ളൂ, ഫിലിം എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് 3 പ്രാവശ്യം പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ്, വേറെ ഒന്നും ആൾക്കാർ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ റീറ്റെയിലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷനാണ്. ലൊക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൊക്കേഷനും കോമ്പറ്റേറ്റീവ് സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ പുതിയ ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. കാരണം ഓരോ ഷിഫ്റ്റിങ്ങിലും നിങ്ങളെ ലക്ഷങ്ങളാണ് പൊടിയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം എക്സ്പാൻഷൻസിലേക്ക് കടക്കുക, ശ്രദ്ധിച്ച് മാത്രം ഓരോ പെന്നിയും സ്പെൻഡ് ചെയ്യുക. അതും മാർക്കറ്റ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. നല്ലൊരു ബിൽഡിംഗ് കണ്ടതുകൊണ്ട് ചാടി പിടിച്ചെടുക്കേണ്ടതില്ല. നല്ലതാണെന്ന് സാർ പറഞ്ഞ ആ ഒരു ഇത് എനിക്കും ആ ഒരു ഫസ്റ്റ് ഇഷ്യൂ ലൊക്കേഷൻ തന്നെയാണ്. സാറ് പറഞ്ഞു നോക്കിയപ്പം ഞാൻ ആ സാറ് അതേ നല്ലൊരു 90% പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യങ്ങളായിരുന്നു. അതായത് മാർക്കറ്റിംഗ്, LMS, ഇത് ഞാനും സാറ് പറയുന്ന ഈ സെക്ഷന് മുന്നേ ഞാനും പേഴ്സണലി നോട്ട് ചെയ്ത് വെച്ചത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് 2026 മാറ്റം വരുത്തണം. ഇൻഫാക്ട് ഞാൻ ഇന്ന് ദിവ്യയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ സാറായിട്ട് ഒന്ന് വിളിക്കാനിരിക്കുമായിരുന്നു, അടുത്ത വർഷം കളറാക്കണം എന്നിങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് പറഞ്ഞത് ഇന്ന് 4:00 സെഷൻ ഉണ്ട്, ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. ശരി ശരി, ഓക്കെ, സന്തോഷം. ഞാനിപ്പം ഓക്കെ ശരി ശരി. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാമേ? നമുക്കൊരു 9 മിനിറ്റ് കൂടി ഉണ്ട്, ഷാർപ്പ് 9 മിനിറ്റ്സ്. പരിചയപ്പെടുത്താറുണ്ട്, നിങ്ങൾ പരിചയപ്പെടുത്താമേ? നിങ്ങളെ അറിയാത്ത ഒരുപാട് പേരുകൾ കാണുന്നുണ്ട്, കുറച്ച് പേരൊക്കെ പേര് അറിയാത്തതുണ്ട്. ഹലോ സർ. യെസ് സർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ദിൽഷയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്, ഒരു അക്കാഡമി. എന്നെ സംബന്ധിച്ച് ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഫസ്റ്റ് ടൈം ആണ് ഒരു അക്കാഡമി സെറ്റപ്പിലേക്ക് ഇപ്പൊ പോകുന്നത്. അപ്പം ഇപ്പൊ കറന്റ്ലി ഞാനും എൻ്റെ ഒരു പാർട്ട്ണറുമാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളൊരു മെന്ററേയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സർ ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് നമ്മളൊരു മാനേജ്മെന്റ് ടീം, ഒരു ഫിനാൻസ് ടീം, ഒരു കംപ്ലയൻസ് ടീം, അങ്ങനെ കുറച്ച് ടീംസ് നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ബഡ്ജറ്റിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. അപ്പം കറന്റ്ലി ഞങ്ങളൊരു കംപ്ലയൻസ് ടീമിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫയലിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതും നമ്മൾ ഇപ്പൊ തന്നെ ചെയ്യണോ, അതോ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് ഒന്ന് സെറ്റിലായിട്ട് നോക്കിയാൽ മതി മാർക്കറ്റിംഗ് ഒക്കെ? ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് സ്റ്റഡിയാണ്. ആദ്യം തന്നെ വെൽക്കം ടു എഡ്യൂക്കേഷൻ സെക്ടർ. ഒരുപാട് സന്തോഷം തരുന്ന ഒരു സെക്ടറാണ്. കാരണം ഒരു കുട്ടിക്ക് പോലും ജോലി കിട്ടി, അവരുടെ ഒരു താങ്ക് യു നോട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട്. ഞാനും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഐ വാസ് വർക്കിംഗ് ഇൻ US കമ്പനി കോൾഡ് ഓൺടാഷ്. ഇറങ്ങിയിട്ടാണ് ജിടെക്കിലേക്ക് ജോയിൻ ചെയ്തത്. സോ ഇതിന്റെ ഒരു സന്തോഷം ഭയങ്കര ഡിഫറെന്റ്. ഞാൻ ജിടെക് ഇറങ്ങുമ്പോൾ 1.6 lakh സ്റ്റുഡൻസിന് എൻ്റെ ടീം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അതായിരിക്കും.
ഒരു 1,60,000 കുട്ടികൾക്ക് ജോലി കൊടുക്കാന്ന് വലിയ സംഭവമല്ലേ. അപ്പൊ ആ ഒരു സെഗ്മെന്റിലേക്കാണ് മാഡം കയറിയേക്കുന്നത്. ഒരുപാട് സന്തോഷം തരുന്ന സെഗ്മെന്റ് ആണ്. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായി മാർക്കറ്റ് സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രം ഏത് സെഗ്മെന്റും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് ഏറ്റവും നല്ല മെത്തേഡ് കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ചെയ്ത് ലീഡ്സ് ജനറേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക, ലീഡ് ജനറേഷനിൽ കൺവേർഷൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് മാത്രം നിങ്ങളൊരു ബിസിനസ്സിലേക്ക് കടക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റത്തെ റിക്വസ്റ്റ്. കാരണം നിങ്ങൾ ഇതിൽ നിന്ന് ഈ ഒരു റോങ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എഡ്യൂക്കേഷൻ മോശമാണെന്ന് പറയും. എഡ്യൂക്കേഷൻ ഒട്ടും മോശമല്ല. അങ്ങനെയാണ് ഇത്രയും ആൾക്കാർ 10 വർഷം നടത്തുന്നുണ്ടാവില്ലല്ലോ. അപ്പൊ പഠിച്ച് നടത്തുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്. രണ്ട്, ഏതൊക്കെ ടീം ഇപ്പോഴൊന്നും മെൻറ്റർ, ബേസിക്കലി മെൻറ്റർ ഉണ്ടാകും നല്ലതാണ്. യു ഹവ് ഓൾറെഡി അപ്പോയിന്റഡ്, സോ ദാറ്റ് ഇസ് ഗുഡ്. രണ്ട്, വേണ്ടത് നല്ലൊരു മാർക്കറ്റിംഗ്. ഇപ്പം വേറെ കംപ്ലയൻസിൽ ഔട്ട്സോഴ്സ് ചെയ്താൽ മതി. ഒരു മാസം 1,500 രൂപ 3,000 രൂപ കൊടുത്താൽ അവർ നിങ്ങളെ കംപ്ലയൻസും കാര്യങ്ങളും കൃത്യമായിട്ട് അവർ ചെയ്യും. നിങ്ങൾ അതിലേക്കൊന്നും ഇപ്പൊ സ്റ്റാഫിന് വെക്കേണ്ടതില്ല. ഇപ്പം നല്ല സ്റ്റാഫിന് വെക്കേണ്ടത് മാർക്കറ്റിംഗിലേക്കും മാർക്കറ്റ് റിസർച്ചിലേക്കുമാണ്. അതൊരാളെ വെച്ചാൽ മതി. നല്ലൊരു പയ്യനെ വെച്ചാൽ, നല്ലൊരു പെൺകുട്ടിനെ വെച്ചാൽ അവർ കൃത്യമായിട്ട് മാർക്കറ്റ് സ്റ്റഡിയും റെസ്പോൺസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. ഓക്കെ. പിന്നെ വേണ്ടത് ഒരു നല്ല കൗൺസിലറാണ്, ഒരു സിംഗിൾ ടീച്ചർ. ഇനീഷ്യലി ഇത് ലൈറ്റ് വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളെ വിഷൻ വലുതാണ്, ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക എപ്പോഴും വലിയ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാനാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം, കുട്ടികൾ പെട്ടെന്ന്, ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡ് എന്താ വെച്ചാൽ മിനിമം ഒരു ലുക്ക് ഇല്ലാത്ത സെന്ററിലേക്ക് അവർ വരില്ല, AC ഇല്ലാത്ത സെന്ററിലേക്ക് അവർ വരില്ല, നല്ലൊരു കൗൺസിലിംഗ് ഏരിയ ഇല്ലെങ്കിൽ അവർ വരില്ല, അഡ്മിഷൻ ആവില്ല. ഞാൻ പറയുന്നത് കണക്ട് ആവുന്നുണ്ടോ? അവിടെ പലർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പലരും ചിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ സ്പെൻഡ് ചെയ്യുന്നത് മാർക്കറ്റിംഗിന്റെ അകത്തും ആംബിയൻസിന്റെ അകത്തുമാണ്. ടീച്ചേഴ്സിനെ പോലെ അവർ മൈൻഡ് ആക്കുന്നത്. പക്ഷെ അങ്ങനത്തെ പ്രശ്നം എന്താ വെച്ചാൽ അങ്ങനത്തെ കുട്ടികളുടെ സ്ഥലത്ത് കൊഴിച്ചുപോക്ക് കൂടുതലായിരിക്കും. അപ്പൊ നല്ല ടീച്ചർ ഉണ്ടാവുക, ബേസിക് മാർക്കറ്റിംഗ്, ബേസിക് ഇൻഫ്ര, ഇത്രയും കാര്യങ്ങളിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ഓക്കെ, റൈറ്റ് മാഡം. എന്താവശ്യം വിളിക്കട്ടോ, പറ്റാവുന്നതിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഞാൻ വിളിക്കണേ, എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിയാനുണ്ട്. ഞാൻ സാറിന് എന്തായാലും കോൺടാക്ട് ചെയ്യും. ഓ, ലുക്കിംഗ് ഫോർവേഡ്. താങ്ക് യു. ഓക്കെ. റസാഖ് സാർ എവിടെയുള്ളത്? ഞാന് പുറത്താണ്, നാട്ടിലില്ല. ശരി ശരി. ഫുഡ് കണ്ടോ മനസ്സിലായി. ഞാൻ കാശ്മീരിലൊന്നൊക്കെ, പിന്നെ അതിലിടക്ക് കുറച്ച് മിസ്സായി. പള്ളിയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു, അപ്പൊ ഒന്ന് സൈലന്റ് ആക്കിയിട്ട് കയറി. ശരി ശരി. പിന്നെ എന്തായാലും ഞാൻ അത് സെഷൻ കഴിഞ്ഞതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാനുണ്ട്. ഓക്കെ ഓക്കെ, റൈറ്റ്. ഫൈൻ. വേറെ ആർക്കും സംസാരിക്കേണ്ട എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് ഓഫ് ചെയ്താലോ? ഹലോ സുരേഷ് സാറേ പറയൂ. ഓക്കെ, നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മളിപ്പോ ഇത്ര കാലം എക്സ്പീരിയൻസ്ഡ് ആയാലും ജൂനിയർ ആയാലും തുറക്കുന്ന ആൾക്കാരായാലും അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല സെഷൻ ആയിരുന്നു സർ. താങ്ക് യു. വെൽക്കം സർ, വെൽക്കം. അല്ല, ഇതിൽ എനിക്ക് നിങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് പറഞ്ഞുതരാനില്ല. നിങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് പറഞ്ഞുതരാനില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പൊടി തട്ടിയെടുത്തു, വേറെ ലെവലിൽ പ്രസന്റ് ചെയ്യുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയാത്ത ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ പറയുമ്പോൾ അതിന് കൂടുതൽ ലൗഡാണല്ലോ. ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ എവറി വൺസ് ടൈം. ഈ വർഷം 2026 നല്ലൊരു വർഷമായിട്ട് മാറട്ടെ കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവരും ഫീഡ്ബാക്ക് തരുവാണെങ്കിൽ ഐ ബി ഗ്രേറ്റ്ഫുൾ കേട്ടോ. ഒരു ഫീഡ്ബാക്ക് വീട് തരുവാണെങ്കിൽ ഐ ബി ഗ്രേറ്റ്ഫുൾ. ഇങ്ങനത്തെ ആളുണ്ടെന്ന് 10 ആളെ അറിയിക്കാലോ അല്ലേ? താങ്ക് യു സാർ. ശരി ശരി. ഓ, താങ്ക് യു മനോജ് ഭായ്. താങ്ക് യു. നിയാസ് ഭായ് കണക്ട് ചെയ്യാം കേട്ടോ. ബൈ. തീർച്ചയായിട്ടും. സെഷൻ എൻഡ് ചെയ്യാണ് സർ. ഓക്കെ, റൈറ്റ് മാഡം. താങ്ക് യു. ബൈ. താങ്ക് യു. താങ്ക് യു. ബൈ ബൈ.